ഞാൻ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ക്ലാസ് എൻഡ് ആക്കിയാൽ മതി. ഓക്കെ ഓക്കെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സൗണ്ട് ഓഡിബിൾ അല്ലേ? ഓക്കെ ഓക്കെ. സോ വെൽക്കം എവരി വൺ. എക്കോഡൊമൈൻ ക്രാഷ് കോഴ്സിലുള്ള ഇന്റർനാഷണൽ എക്കണോമിക്സിന്റെ രണ്ടാമത്തെ സെഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഇന്റർനാഷണൽ ട്രേഡിന്റെ ബേസിക് കോൺസെപ്റ്റുകൾ, അതേപോലെ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, ക്ലാസിക്കൽ തിയറികൾ, എച്ച്ഒ തിയറം പോലെയുള്ള തിയറികൾ, ബേസിക് ആയിട്ടുള്ള തിയറികൾ, അതേപോലെ ടേംസ് ഓഫ് ട്രേഡ്, ഗെയിൻസ് ഫ്രം ട്രേഡ് തുടങ്ങിയ ടോപ്പിക്കുകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റ്, എക്സ്ചേഞ്ച് റേറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച്, ഇന്റർനാഷണൽ ട്രേഡ് അണ്ടർ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ പോലെയുള്ള ടോപ്പിക്കുകൾ ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വേക്യൂകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിന്റെ ആൻസറുകളും, കറക്റ്റ് ആൻസറും റോങ് ആൻസറുകളും ഡിസ്കസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ഓക്കെ, ബാലൻസ് ഓഫ് പേയ്മെന്റ് കമ്പാരറ്റീവ്ലി നമുക്ക് കൂടുതൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ടോപ്പിക്കാണ്. സ്ഥിരമായിട്ട് കൂടുതലായിട്ട് ചോദ്യങ്ങളും വരാറുള്ള ഒരു ഏരിയ കൂടിയാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. ഒന്നോ രണ്ടോ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ സാധ്യതയുണ്ട് ഈ ഒരു ടോപ്പിക്കിന് മാത്രം. സോ ഇതിൽ കൂടുതലായി ചോദിച്ച് കാണുന്നത് ജെ കർവ്, അതുപോലെ മെർഷ്യൽ ലേണർ കണ്ടീഷൻ, അതേപോലെ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്ലാസിഫിക്കേഷൻ, കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, അതേപോലെ ക്രെഡിറ്റ്, ഡെബിറ്റ് തുടങ്ങിയ ക്ലാസിഫിക്കേഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, അതേപോലെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് തിയറികൾ, ഇപ്പം അബ്സോർപ്ഷൻ അപ്രോച്ച്, മോണിറ്ററി അപ്രോച്ച് പോലെയുള്ള ചില അഡ്ജസ്റ്റ്മെന്റ് തിയറികൾ, ഇതൊക്കെയാണ് കൂടുതലായി ചോദിച്ച് കാണാറുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ബാലൻസ് ഓഫ് പേയ്മെന്റ്. സോ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവും. സോ it is a balance of payment is a systematic record of all economic transactions between residents of a country and the rest of the world during a given period, typically 1 year. അത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിലുള്ള എല്ലാവരും ഒരു കൺട്രി ആണെന്ന് വിചാരിക്കുക, റെസിഡൻസ് ഓഫ് എ കൺട്രി ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മളും നമുക്ക് പുറത്തുള്ള ആളുകളുമായി നടത്തുന്ന എല്ലാ സാമ്പത്തികമായ ഇടപാടുകളെയും നമ്മളൊരു ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇതിനാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കൺട്രി ഇന്ത്യയാണ്. സോ ഇന്ത്യയിലുള്ള ആളുകൾ ഇന്ത്യയുടെ പുറത്തുള്ള ആളുകളുമായി നടത്തുന്ന എല്ലാ ട്രാൻസാക്ഷനെയും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോഴാണ് നമ്മൾ ഇതിന്റെ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയാം. അപ്പൊ ഇത് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുന്നത് ടിപ്പിക്കലി 1 ഇയർ പീരീഡിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ഇറ്റ് ഫോളോസ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ്. അത് അക്കൗണ്ടിങ് പഠിച്ച ആൾക്കാർക്ക് മനസ്സിലാവും. ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുമ്പോൾ ഓരോ എൻട്രിക്കും അതിന് ഓഫ്സെറ്റ് ചെയ്യുന്ന വേറെ എൻട്രി ഉണ്ടാവും. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾ ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യാണ്. ഇപ്പൊ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന് പേയ്മെന്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ പേയ്മെന്റ് ചെയ്യാന്നുള്ള ഒരു എൻട്രി ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ചെയ്യുന്ന സമയത്ത് ഇതിന് ഇക്വൽ ആയിട്ടുള്ള വേറൊരു എൻട്രി നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ വേറൊരു സൈഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ആണ് എന്ന് പറഞ്ഞാൽ അറ്റ് ദ എൻഡ് 0 ആയിരിക്കും എന്നുള്ള സംഭവമാണ്. ഓക്കെ, അതിൽ ഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ രണ്ട് സൈഡുകൾ ഉണ്ടാവും. ക്രെഡിറ്റ് ഉണ്ടാവും, ഡെബിറ്റ് ഉണ്ടാവും. ക്രെഡിറ്റ്, ഡെബിറ്റ്. അപ്പോ ഇത് തമ്മിൽ കൺഫ്യൂസ് ആവാൻ സാധ്യതയുണ്ട്. ഇത് കൺഫ്യൂസ് ആവുന്ന രീതിയിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഇതിലൊരു ക്ലാരിറ്റി എന്തായാലും നമുക്ക് ഉണ്ടായിരിക്കണം. അതിൽ കൺഫ്യൂഷൻ വരാൻ പാടില്ല. അത് നമ്മുടെ രാജ്യത്തേക്ക് പൈസ വരുന്ന അല്ലെങ്കിൽ പേയ്മെന്റ് വരുന്ന എല്ലാ കാര്യങ്ങളെയും നമ്മൾ ക്രെഡിറ്റ് എന്നാണ് പറയാം. അത് നമ്മുടെ രാജ്യത്തേക്കുള്ള എല്ലാ ഇൻഫ്ലോകളെയും ക്രെഡിറ്റ് എന്ന് പറയാം. അപ്പോൾ എപ്പോഴാണ് പൈസ ഇങ്ങോട്ടേക്ക് വരിക? പൈസ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും സാധനം അങ്ങോട്ടേക്ക് കൊടുക്കണം. അപ്പം സാധനം എന്തെങ്കിലും ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ പകരമായിട്ട് പൈസ ഇങ്ങോട്ടേക്ക് തരും. ഓക്കെ, അപ്പൊ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ പൈസ ഇങ്ങോട്ടേക്ക് തരും. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? സാധനം ഇങ്ങോട്ടേക്കാണ് വരുന്നത്, പക്ഷെ പൈസ പുറത്തേക്കാണ് പോകുന്നത്. നമ്മൾ അവർക്കാ പൈസ കൊടുക്കുന്നത്. അപ്പോൾ ഔട്ട്ഫ്ലോകളെ നമ്മൾ ഡെബിറ്റ് എന്നാണ് പറയാം.
എല്ലാ ഔട്ട്ഫ്ലോകളെയും നമ്മൾ ഡെബിറ്റ് എന്ന് പറയും. ഇപ്പൊ സാധനം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ സാധനം ഇമ്പോർട്ട് ആകും, പക്ഷെ നമ്മൾ പൈസ പുറത്തേക്ക് കൊടുക്കുന്നത്, അപ്പൊ അതൊരു ഔട്ട്ഫ്ലോ ആയിട്ട് മാറും. അപ്പോ നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന എല്ലാ പേയ്മെന്റുകളെയും, പേയ്മെന്റ് ആട്ടോ ഇവിടെ നോക്കുക, അത് മാറിപ്പോരുത്, എല്ലാ പേയ്മെന്റുകളെയും നമ്മൾ ക്രെഡിറ്റ് ഭാഗത്തും അതേപോലെ നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന എല്ലാ പേയ്മെന്റുകളെയും മോണിറ്ററി എക്കണോമിക് ട്രാൻസാക്ഷൻസിനെയും നമ്മൾ ഡെബിറ്റ് ആയിട്ട് നമ്മൾ ഈ ബാലൻസ് ഓഫ് പേയ്മെന്റിൽ നമ്മൾ രേഖപ്പെടുത്തി വെക്കും. ഓക്കെ, ഈ ഒരു കാര്യത്തിൽ എന്തായാലും ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ക്രെഡിറ്റ് എന്താണ്, ഡെബിറ്റ് എന്താണ്. പൈസ അകത്തേക്ക് വരുന്ന പൈസ രാജ്യത്തിനകത്തേക്ക് വരുന്നതാണെങ്കിൽ ക്രെഡിറ്റ് ആണ്, പൈസ രാജ്യത്തിന് പുറത്തേക്ക് പോവുകയാണെങ്കിൽ അത് ഡെബിറ്റ് ആണ്. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ പോലെ അക്കൗണ്ടിങ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് ആയതുകൊണ്ട് BOP ബാലൻസ് ഓൾവേസ് ഇറ്റ് വിൽ ബി ഓൾവേസ് ഈക്വൽ. എല്ലാ ക്രെഡിറ്റുകളും എല്ലാ ഡെബിറ്റുകൾക്കും ഈക്വൽ ആയിരിക്കും. ക്രെഡിറ്റ് ഇസ് ഈക്വൽ ടു ഡെബിറ്റ് എന്നുള്ളതാണ്. ഇനി ഇതിന്റെ സ്ട്രക്ചറിലേക്ക് വരുന്ന സമയത്ത് 3 അക്കൗണ്ടുകൾ ഉണ്ട്: കറന്റ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ട്. നമുക്കിത് അറിയാവുന്നതായിരിക്കും. അപ്പോ കറന്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് എക്സ്പോർട്ട്, ഇമ്പോർട്ട്, ട്രേഡ് എന്ന് പറയുമ്പോൾ ട്രേഡ് ഇൻ ഗുഡ്സിനെ നമ്മൾ വിസിബിൾ ആയിട്ടും ട്രേഡ് ഇൻ സർവീസ് നമ്മൾ ഇൻവിസിബിൾ ആയിട്ടും കണക്കാക്കും. അപ്പോ സാധനങ്ങളും സേവനങ്ങളും കയറ്റുമതി ചെയ്യുക, ഇറക്കുമതി ചെയ്യുക, ആ സമയത്ത് ഉണ്ടാകുന്ന പേയ്മെന്റുകളെ നമ്മൾ കറന്റ് അക്കൗണ്ടിനാണ് ഉൾപ്പെടുത്തുക. അതുപോലെ പ്രൈമറി ഇൻകം എന്ന് പറയുമ്പോൾ ഫാക്ടർ ഇൻകം എന്ന് പറയുമ്പോൾ വേജ്, ഡിവിഡൻഡുകള്, ഇൻട്രസ്റ്റുകള്, ഇങ്ങനെയുള്ള റെന്റ്, ഇങ്ങനെയുള്ള ഇൻകത്തിന് നമ്മൾ കറന്റ് അക്കൗണ്ടിൽ ഉൾപ്പെടുത്തും. അതേപോലെ സെക്കൻഡറി ഇൻകം അഥവാ റെമിറ്റൻസ്, ഇപ്പൊ ട്രാൻസ്ഫർ പേയ്മെന്റ്, ഒരാൾ വെറുതെ വീട്ടിലേക്കൊക്കെ അയക്കുമല്ലോ, ഗൾഫിൽ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ വീട്ടിൽ അയക്കുന്ന പൈസ, അതൊന്നും സേവനം ചെയ്തതിന് പകരമല്ല, അത് വെറുതെ അയക്കുന്ന പൈസയാണ്. ഇങ്ങനെയുള്ള റെമിറ്റൻസിനെയും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കറന്റ് അക്കൗണ്ടിൽ വരിക. ട്രേഡ് ചെയ്യുമ്പോൾ വരുന്ന പൈസ, അതുപോലെ പ്രൈമറി ഇൻകം ആയി വരുന്നത്, റെമിറ്റൻസ് ആയി വരുന്നത്, ഇതൊക്കെയാണ് കറന്റ് അക്കൗണ്ടിൽ വരിക. ഇനി ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേയ്മെന്റുകളായിരിക്കും. എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ട് സെപ്പറേറ്റ് വരുന്നുണ്ട്. സോ ഫിനാൻഷ്യൽ റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്, FDI പോലെയുള്ള കാര്യങ്ങളൊക്കെ അതിലേ വരിക. അല്ലാത്ത ലാൻഡ്, പാറ്റന്റ്, ഇങ്ങനെയുള്ള ക്യാപിറ്റൽ, ഇങ്ങനെയുള്ള അസറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസ്ഫറുകളെയാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഉൾപ്പെടുത്തുന്നത്. ക്യാപിറ്റൽ ട്രാൻസ്ഫേഴ്സ്, അക്വിസിഷൻ ഓഫ് നോൺ പ്രൊഡ്യൂസ്ഡ് നോൺ ഫിനാൻഷ്യൽ അസറ്റ്, പാറ്റന്റ്, ലാൻഡ് പോലെയുള്ള ഇങ്ങനെയുള്ള അസറ്റുകളെ കൈമാറ്റം ചെയ്യുമ്പോഴുള്ളതാണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റുകൾ, പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ്, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, അതർ ഇൻവെസ്റ്റ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിലേക്ക് വരിക. അതോടൊപ്പം തന്നെ റിസർവ് അസറ്റുകൾ, നമ്മുടെ കയ്യിൽ ബാക്കിയുള്ള രാജ്യങ്ങളുടെ കറൻസിയുടെ റിസർവ് ഉണ്ടാവും. ആ റിസർവ് അസറ്റുകളും ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലാണ് വരിക. അപ്പൊ ഇതിന്റെ ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്താന്ന് പറഞ്ഞാല് കറന്റ് അക്കൗണ്ട് പ്ലസ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്ലസ് ഫിനാൻഷ്യൽ അക്കൗണ്ട് പ്ലസ് എറേഴ്സ് ആൻഡ് ഒമിഷൻസ് കൂട്ടിയാൽ ഈസിക്കൽ ടു 0 ആയിരിക്കണം എന്നുള്ളതാണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് അതിന്റെ ഒരു ടെക്നിക്കൽ കാര്യമാണ്, പക്ഷെ ഡബിൾ എൻട്രി ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിന്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്രെഡിറ്റ്, ഡെബിറ്റ് നമ്മൾ ഒരിക്കലും കൺഫ്യൂസ് ആകാൻ പാടില്ല. ഓക്കെ, സോ നമുക്ക് ഓരോ അക്കൗണ്ടിലും എപ്പോഴാണ് ക്രെഡിറ്റ് എപ്പോഴാണ് ഡെബിറ്റ് എന്ന് നോക്കാം. കറന്റ് അക്കൗണ്ട് ആണെങ്കിൽ ക്രെഡിറ്റ് ഉണ്ടാവണമെങ്കിൽ, ക്രെഡിറ്റ് പറഞ്ഞാൽ എന്താ, നമ്മുടെ രാജ്യത്തേക്ക് പൈസ ഇങ്ങോട്ടേക്ക് വരുന്നതാണ്. പൈസ ഇങ്ങോട്ട് അകത്തേക്ക് വരണം. പൈസ അകത്തേക്ക് വരണമെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, സാധനത്തിന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യും, പക്ഷെ പൈസ പുറത്തേക്കാണ് പോകുന്നത്. അപ്പൊ ഇമ്പോർട്ട് ക്രെഡിറ്റ് അല്ല. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, സാധനം നമ്മൾ പുറത്തേക്ക് അയക്കും, പൈസ അകത്തേക്ക് വരും. അപ്പൊ എക്സ്പോർട്ട് ഒരു ക്രെഡിറ്റ് ആയിട്ടാണ്. എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ്, എക്സ്പോർട്ട് ഓഫ് സർവീസ്, അതേപോലെ നമുക്കുള്ള വരുമാനം പുറത്തുനിന്ന് അകത്തേക്ക് വരുന്നു. ഇപ്പം വിദേശത്തു നിന്ന് നമ്മുടെ വരുമാനം വരുന്നു, നമുക്കവിടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, അവിടെ നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നു, ഡിവിഡൻഡ് കിട്ടുന്നു, ഇങ്ങനെയുള്ള ഇൻകം റിസീവ്ഡ്. റെമിറ്റൻസ്, നമുക്കാരെങ്കിലും ട്രാൻസ്ഫർ ഇൻകം പൈസ അയച്ചു തരുന്നു, ഇപ്പോൾ വിദേശത്തു നിന്നാണെങ്കിൽ ഗൾഫിൽ നിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് നാട്ടിലേക്ക് പൈസ അയക്കും. അപ്പൊ ഇങ്ങനെയുള്ള റെമിറ്റൻസ്, അപ്പൊ പൈസ അകത്തേക്ക് വരുന്ന കേസുകളിൽ ആണ് കറന്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ഉണ്ടാവുക. ഇനി കറന്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ഉണ്ടാവുന്നത് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, സാധനങ്ങളും സേവനങ്ങളും ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, അതേപോലെ ഇൻകം പെയ്ഡ്, നമ്മൾ പുറത്തുള്ള ഒരാൾക്ക് ഇവിടെ വർക്ക് ചെയ്തതിന്റെയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻകം നമ്മൾ പുറത്തേക്ക് അയച്ചു കൊടുക്കുകയാണ്. അതേപോലെ റെമിറ്റൻസ് ഔട്ട്, നമ്മൾ പുറത്തേക്ക് ട്രാൻസ്ഫർ ഇൻകം അയച്ചു കൊടുക്കുകയാണ്. അതൊക്കെ ആയിരിക്കും കറന്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് വരിക. ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ടിലേക്ക് വരുന്ന സമയത്ത് പൈസ ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം, പുറത്തുള്ള ആൾക്കാർ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ FDI ഇൻഫ്ലോ, പോർട്ട്ഫോളിയോ ഇൻഫ്ലോ, അതുപോലെ പുറത്തുനിന്നുള്ള ആൾക്കാർ
പ്രത്യേക കടം കൊടുത്താലും പൈസ ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ ബോറോയിങ് ഫ്രം അബ്രോഡ്, പുറത്തുനിന്ന് കടം വാങ്ങുക, ഇതൊക്കെ ആയിരിക്കും ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ ക്രെഡിറ്റിൽ വരിക. ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ട് ഡെബിറ്റിൽ വരിക നമ്മൾ പുറത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക, പോർട്ട്ഫോളിയോ ഔട്ട്ഫ്ലോസ്, അതുപോലെ പുറത്തേക്ക് കടം കൊടുക്കുക, ഇങ്ങനെയുള്ള കേസിലാണ് എന്ത് ചെയ്യുക ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ഔട്ട്ഫ്ലോ ഉണ്ടാവുക. സോ ഈ ഒരു ലോജിക്ക് നമുക്ക് കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസംസ്. ഇത് കുറച്ച് എക്സാമുകൾ ചോദിച്ചതായി കണ്ടിട്ടുണ്ട്. ഇതിൽ പെട്ട ഒന്നാണ് മാർഷൽ ലേണർ കണ്ടീഷൻ. മാർഷൽ ലേണർ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അത് ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ബേസിക്കലി അതിന്റെ ഐഡിയ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തേക്ക് വരുന്ന പൈസയും നമ്മുടെ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകുന്ന പൈസയും തമ്മിൽ അതൊന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ് ബേസിക്കലി അതിന്റെ ഐഡിയ എന്ന് പറയുന്നത്. അപ്പോ ഇത് ബാലൻസ് ഓഫ് പേയ്മെന്റ് ഡെഫിസിറ്റും ബാലൻസ് ഓഫ് പേയ്മെന്റ് സർപ്ലസ് എന്നൊക്കെ പറയും. ഇപ്പൊ ഡെഫിസിറ്റ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ രാജ്യത്ത് നിന്ന് കൂടുതൽ പൈസ പുറത്തേക്ക് പോകുന്നുണ്ട്, അതിനേക്കാൾ കുറഞ്ഞ പൈസ മാത്രമേ അകത്തേക്ക് വരുന്നുള്ളൂ എന്നുള്ളതാണ് ഡെഫിസിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർപ്ലസ് എന്ന് പറയുമ്പോൾ എന്താ, കൂടുതൽ പൈസ അകത്തേക്ക് വരുന്നുണ്ട്, കുറച്ചേ പുറത്തേക്ക് പോകുന്നുള്ളൂ, ഇവിടെ ബാക്കിയുണ്ട്, ആണ് സർപ്ലസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ബാലൻസ് ഓഫ് പേയ്മെന്റിൽ ഡെഫിസിറ്റ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ പൈസ അകത്തേക്ക് വരണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കറൻസി ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ കറൻസി ഡിപ്രീസിയേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിനകത്തേക്ക് കൂടുതൽ ഇൻകം വരും എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെ വരിക, കറൻസി ഡിപ്രീസിയേഷൻ സംഭവിക്കുമ്പോൾ നമ്മുടെ കറൻസി ഭയങ്കര ചീപ്പാവും, നമ്മുടെ പ്രൊഡക്റ്റ് ഭയങ്കര ചീപ്പാവും. അപ്പൊ ആൾക്കാർ ഇവിടുന്ന് സാധനങ്ങൾ അവരുടെ നാട്ടിലേക്ക് സാധനങ്ങൾ കയറ്റി അവരെ ഇറക്കുമതി ചെയ്യും, നമ്മൾ എക്സ്പോർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ പൈസ ഇൻഫ്ലോ ഉണ്ടാകും എന്നുള്ളതാണ് അതിന്റെ ലോജിക്. സോ മാർഷൽ ലേണർ കണ്ടീഷൻ പറയുന്നത് കറൻസി ഡിപ്രീസിയേഷൻ ചെയ്താൽ ട്രേഡ് ബാലൻസിനെ ഇംപ്രൂവ് ചെയ്യും, പക്ഷെ ദർ ഇസ് എ കണ്ടീഷൻ. ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ കറൻസി ഡിപ്രീസിയേഷൻ ചെയ്യുമ്പോൾ ബാലൻസ് ഓഫ് ട്രേഡ് ബാലൻസ് ഇംപ്രൂവ് ആകും എന്നുള്ളതാണ് മാർഷൽ ലേണർ കണ്ടീഷൻ പറയുന്നത്. ആ കണ്ടീഷൻ എന്താന്ന് പറഞ്ഞാൽ ഓൺലി ഇഫ് സം ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റീസ് ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് എക്സീഡ്സ് 1. അതായത് എക്സ്പോർട്ടിന്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയും ഇമ്പോർട്ടിന്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയും കൂട്ടിയാൽ ഒന്നിനേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും, കറൻസി ഡിപ്രീസിയേഷൻ ചെയ്യുന്നതോടെ ട്രേഡ് ബാലൻസ് ഇംപ്രൂവ് ആകും എന്നുള്ളതാണ്. അത് കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ട്രേഡ് ബാലൻസ് ഇംപ്രൂവ് ആവണം. അങ്ങനെ ആവണമെങ്കിൽ കണ്ടീഷൻ എന്താണ്, സം ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റീസ് ഓഫ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഷുഡ് എക്സീഡ് 1, ഒന്നിനേക്കാൾ കൂടുതലായിരിക്കണം എന്നുള്ളതാണ്. അതേപോലെ വേറൊരു കോൺസെപ്റ്റ് ആണ് ജെ കർവ് എന്ന് പറയുന്നത്. ജെ കർവ് എന്ന് പറയുമ്പോൾ ജെ എന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവുക, ഈ ഒരു മോഡലാണ് ഉണ്ടാവുക. അതായത് ഇനീഷ്യലി ഒന്ന് താഴോട്ട് പോയിട്ട് പിന്നെ മേലേക്ക് വരും എന്നുള്ളതാണ് ജെ കർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോ ഡിപ്രീസിയേഷൻ ചെയ്യുമ്പോൾ. ഇപ്പൊ കറൻസി ഡിപ്രീസിയേഷൻ ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ എന്താവും, അക്കൗണ്ടുകൾ താഴോട്ട് പോകും, ട്രേഡ് ബാലൻസ് താഴോട്ട് പോകും, നമുക്ക് നഷ്ടം വരും. പക്ഷെ ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം, കുറച്ച് കാലം കഴിയുമ്പോൾ എന്താവും, നമ്മുടെ ട്രേഡ് ബാലൻസ് ഇംപ്രൂവ് ആകും എന്നുള്ളതാണ് ജെ കർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞാൽ ഇനീഷ്യലി കറൻസിയുടെ വാല്യൂ കുറയുമ്പോൾ നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറയും. അപ്പോൾ അതിന്റെ നമ്മുടെ പ്രൊഡക്റ്റുകളുടെ വാല്യൂ കുറയും, അതിന്റെ മണി വാല്യൂ കുറയും. അങ്ങനെ കുറയുന്ന സമയത്ത് നമ്മളിപ്പോ കയറ്റുമതി ചെയ്യുമ്പോൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറഞ്ഞ പൈസയെ കിട്ടുള്ളൂ, ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കുറെ പൈസ വേണം. ഇപ്പൊ നമ്മൾ ആ ഒരു സ്റ്റേജിലാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ രൂപയുടെ വാല്യൂ വളരെ കുറഞ്ഞിട്ടാണ്. നമ്മൾ പെട്രോളൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും, നമ്മുടെ റിസർവുകൾ പെട്ടെന്ന് തീരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ ഡിപ്രീസിയേഷൻ സംഭവിക്കുമ്പോൾ ഇതേപോലെ ഷോർട്ട് ടേമിൽ നമ്മുടെ ട്രേഡ് ബാലൻസ് വേഴ്സൺ ചെയ്യും. ഓക്കെ, നമ്മുടെ ഇൻഫ്ലോ കുറയും, ഔട്ട്ഫ്ലോ കൂടും, അപ്പൊ നമ്മുടെ ഡെഫിസിറ്റ് ഒക്കെ കൂടാൻ സാധ്യതയുണ്ട്. പക്ഷെ ലോങ് ടൈമിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള രാജ്യങ്ങൾ മനസ്സിലാക്കും, ഓക്കെ ഇന്ത്യയിൽ റുപ്പിന്റെ വാല്യൂ വളരെ കുറവാണ്, സോ ഇന്ത്യയിലെ സാധനങ്ങൾ വളരെ ചീപ്പാണ്, അപ്പൊ അവര് ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങും. അപ്പൊ നമ്മുടെ എക്സ്പോർട്ട് കൂടുകയും നമ്മുടെ ട്രേഡ് ബാലൻസ് ലോങ് ടൈമിൽ ഇംപ്രൂവ് ആവുകയും ചെയ്യും എന്നുള്ളതാണ് ജെ കർവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അബ്സോർപ്ഷൻ അപ്രോച്ച്, ഇതും എക്സാമിന് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. അബ്സോർപ്ഷൻ അപ്രോച്ച് അലക്സാണ്ടർ എന്ന് പറയുന്ന ആളാണ് പ്രപ്പോസ് ചെയ്തത്. ഇതിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ട്രേഡ് ബാലൻസ് ഈസിക്കൽ ടു വൈ മൈനസ് എ. വൈ എന്ന് പറയുമ്പോൾ ടോട്ടൽ ഔട്ട്പുട്ട് GDP, അതിന്ന് എ മൈനസ് ചെയ്യുക. എ എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷൻ. അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചെലവാക്കുന്ന കാര്യം, നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, അതായത് കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഗവൺമെന്റ് കൺസംഷൻ, C+I+D. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എക്സ്പോർട്ട് ഇമ്പോർട്ട് മാത്രമാണ്. ഓക്കെ, അപ്പോ ഈ അബ്സോർപ്ഷൻ വളരെ മാക്സിമം കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് ബാലൻസ് ഇംപ്രൂവ് ആക്കാം എന്നുള്ളതാണ് അബ്സോർപ്ഷൻ അപ്രോച്ചിൽ പറയുന്നത്.
ലാസ്റ്റ് പറയുന്നതാണ് മോണിറ്ററി അപ്രോച്ച്. ഹാരി ജോൺസൺ എന്ന് പറയുന്നതാണ് പ്രപ്പോസ് ചെയ്തത്. ഇതിൽ പറയുന്നത് BOP ഡെഫിസിറ്റ് ഉണ്ടാവാനുള്ള ഒരു കാരണം എക്സസ് മണി സപ്ലൈ ആണ്. അപ്പോൾ മണി സപ്ലൈ കൂടുന്ന സമയത്ത് BOP ഡെഫിസിറ്റ് ഉണ്ടാകും എന്നാണ് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ സൊല്യൂഷൻ എന്താന്ന് പറഞ്ഞാൽ മണി സപ്ലൈ കുറക്കാന്നുള്ളതാണ്. അപ്പോ ഇത് വർക്ക്സ് അണ്ടർ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റും ഉണ്ട്, ഫ്ലോട്ടിംഗും ഉണ്ട്. ഫിക്സഡ് എന്ന് പറയുമ്പോൾ കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ മോണിറ്ററി അതോറിറ്റി തീരുമാനിക്കും. ഫ്ലോട്ടിംഗ് ആണെങ്കിൽ അത് മാർക്കറ്റിലുള്ള ഡിമാൻഡ് സപ്ലൈയുടെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനിക്കപ്പെടാം. ഇവിടെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിലാണ് ഈ തിയറി ഹാരി ജോൺസന്റെ മോണിറ്ററി അപ്രോച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ PYQs ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് റെക്കോർഡഡ് ആസ് എ ക്രെഡിറ്റ് ഐറ്റം ഇൻ ദ കറന്റ് അക്കൗണ്ട് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ കറന്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ഐറ്റം ആയിട്ട് വരുന്ന ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് കാര്യം എന്താന്ന് പറഞ്ഞാല് കറന്റ് അക്കൗണ്ട് ആണ്. ഓക്കെ, സോ കറന്റ് അക്കൗണ്ടിൽ എന്തൊക്കെ ഉൾപ്പെടാൻ നമുക്കറിയാം. കറന്റ് അക്കൗണ്ടിൽ ട്രേഡ് ഉണ്ട്, അതേപോലെ ഇൻകം ഫാക്ടർ ഇൻകംസ് ഉണ്ട്, റെമിറ്റൻസ് ഉണ്ട്. ഇതൊക്കെയാണ് കറന്റ് അക്കൗണ്ടിൽ വരിക. അപ്പൊ നമ്മൾ ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് പർച്ചേസ് ഓഫ് ഫോറിൻ ബോണ്ട് എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇത് കറന്റ് അക്കൗണ്ടിൽ വരില്ലല്ലോ, വരുമോ? ഇല്ല. അതേപോലെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ് FDIയും എവിടെ വരില്ല? കറന്റ് അക്കൗണ്ടിൽ വരില്ല. സോ ഇത് രണ്ടും എന്തായാലും ഇതിന്റെ ആൻസർ അല്ല നമുക്കറിയാം. പിന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നു ക്രെഡിറ്റ് ഐറ്റം ആണ്. ക്രെഡിറ്റ് ഐറ്റം എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, യെസ്. അപ്പോൾ ക്രെഡിറ്റ് ഐറ്റം എന്ന് പറയുമ്പോൾ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫ്ലോ. നമ്മുടെ നാട്ടിലേക്ക് പൈസ വരണം. നമ്മുടെ നാട്ടിലേക്ക് പൈസ വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ സാധനം കയറ്റുമതി ചെയ്യണം. സാധനം കയറ്റി അയക്കുമ്പോൾ നമ്മുടെ നാട്ടിലേക്ക് പൈസ വരും. സാധനം ഇറക്കുമതി ചെയ്യുമ്പോൾ പൈസ പുറത്തേക്ക് പോവാണ് ചെയ്യുക. അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് പൈസ വരണമെങ്കിൽ എന്ത് വേണം? സാധനം കയറ്റി അയക്കണം എന്നുള്ളതാണ്. സോ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ വരിക. എക്സ്പോർട്ട് ഓഫ് സർവീസസ് എന്നുള്ളതാണ് ഇതിന്റെ ആൻസർ. ഓക്കെ, സോ export of services is a credit entry in the current account because it represents an inflow of foreign exchange. A foreigner pays you. നമുക്ക് ഇങ്ങോട്ട് പൈസ തരികയാണ് ചെയ്യുന്നത്. സോ അത് എന്താണ് വരിക? കറന്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് എൻട്രി ആയിട്ടാണ് വരിക എന്നുള്ളതാണ്. അപ്പൊ ക്രെഡിറ്റ് ഐറ്റംസ് എന്തൊക്കെയാണ്? ഇൻഫ്ലോ ആണ്. ഡെബിറ്റ് ഐറ്റംസ് പറയുന്നത് ഔട്ട്ഫ്ലോ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ J curve effect in balance of payment refers to. J curve നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. J curve എന്ന് പറയുമ്പോൾ എന്താ ആൻസർ? എന്താ? ആദ്യം ഒന്ന് ഡിപ്പ് ആവണം, പിന്നെ എന്ത് ചെയ്യണം? ഇംപ്രൂവ് ആവണം. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. യെസ്, ഓപ്ഷൻ ബി ആണ് ആൻസർ. അപ്പോ J curve എന്ന് പറയുമ്പോൾ ഇനീഷ്യലി ഒന്ന് താഴോട്ട് പോകും. കാരണം എന്താന്ന് പറഞ്ഞാല് കറൻസി ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നു. കറൻസി ഡിപ്രിസിയേഷൻ സംഭവിക്കുമ്പോൾ നമ്മുടെ സാധനങ്ങൾ ഭയങ്കര ചീപ്പ് ആവുന്നു. നമ്മുടെ എക്സ്പോർട്ടിന് അധികം പൈസ കിട്ടൂല. ഇമ്പോർട്ട് ഭയങ്കര കോസ്റ്റ്ലി ആയി മാറുന്നു. പക്ഷേ ആഫ്റ്റർ എ പോയിന്റ് ഓഫ് ടൈം ബാക്കിയുള്ള രാജ്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ അവർ വാങ്ങുന്നു. അപ്പൊ നമ്മുടെ എക്സ്പോർട്ട് കൂടുന്നു ലോങ് ടൈമിൽ. അപ്പൊ നമുക്ക് ലോങ് ടൈമിൽ മെച്ചം ഉണ്ടാവും എന്നുള്ളതാണ്. സോ ആഫ്റ്റർ കറൻസി ഡിപ്രിസിയേഷൻ ഇൻ ദ ഷോർട്ട് റൺ ദ ട്രേഡ് ബാലൻസ് വേഴ്സൻസ്. തുടക്കത്തിലെ ട്രേഡ് ബാലൻസ് വേഴ്സൺ ആവും. കോൺട്രാക്റ്റുകളൊക്കെ ഓൾറെഡി ഫിക്സ്ഡ് ആണ്. അപ്പോ ഇമ്പോർട്ട് ബില്ല് റേസ് ചെയ്യുക, അത് ഇറക്കുമതി ചെയ്യാനുള്ള കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടും. കാരണം നമ്മുടെ പൈസക്ക് വാല്യൂ ഇല്ലല്ലോ, കുറയാണല്ലോ. അതുപോലെ എക്സ്പോർട്ട് വോളിയം ഷോർട്ട് റണ്ണിൽ കൂടിയിട്ടുണ്ടാവില്ല. പക്ഷെ ഓവർ ദ ടൈം എക്സ്പോർട്ട് വോളിയം കൂടും. അപ്പൊ ബാലൻസ് ഓഫ് ട്രേഡ് ഇംപ്രൂവ് ആവും. അപ്പൊ ഒരു J ഷേപ്പിലേക്ക് മാറും എന്നുള്ളതാണ് ഇതിന്റെ ലോജിക്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോസസ് എ ഡെഫിസിറ്റ് ഇൻ balance of payment on current account? Okay, again കറന്റ് അക്കൗണ്ട് ആണ്. ഓക്കെ, കറന്റ് അക്കൗണ്ട് ആകുമ്പോൾ കറന്റ് അക്കൗണ്ട് വരുന്ന കാര്യങ്ങൾ മാത്രമേ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയാലോ. അപ്പൊ കറന്റ് അക്കൗണ്ടിൽ ഡെഫിസിറ്റ് ഉണ്ടാവാൻ കാരണമാകുന്ന ഏതാണെന്നുള്ളതാണ് ചോദ്യം. കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് ഉണ്ടാവണമെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? മീനിങ് എന്താ? ഡെഫിസിറ്റ് പറഞ്ഞാൽ കമ്മി എന്നാണല്ലോ. അപ്പോ
സാധനം കുറവാണ്. അപ്പൊ കൂടുതൽ പൈസ പുറത്തേക്ക് പോകുന്നതുകൊണ്ടാണ് ഡെഫിസിറ്റ് സംഭവിക്കുന്നത്. അപ്പൊ പൈസ പുറത്തേക്ക് പോകാന്ന് വെച്ചാൽ ഡെബിറ്റ് സംഭവിക്കുക എപ്പോഴാ? എക്സ്പോർട്ട് ചെയ്യുമ്പോൾ പൈസ ഇങ്ങോട്ടേക്കാണ്, ഇൻഫ്ലോ ഉണ്ടാകുമ്പോൾ പൈസ ഇങ്ങോട്ടേക്കാണ്, ഇമ്പോർട്ട് സംഭവിക്കുമ്പോഴാണ് പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്, കറക്റ്റ് ആൻസർ ആണ്, ചാറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇമ്പോർട്ട് ചെയ്യുമ്പോഴാണ് പൈസ പുറത്തേക്ക് പോവുക. അപ്പോ ഓപ്ഷൻ സി സംഭവിക്കുമ്പോഴാണ് ഡെഫിസിറ്റ് ഇൻ കറണ്ട് അക്കൗണ്ട് സംഭവിക്കാം. ഔട്ട്ഫ്ലോ ഇൻഫ്ലോനേക്കാളും കൂടുതൽ ഉണ്ടാവണം. സോ ഇമ്പോർട്ട് എക്സ്പോർട്ടിനേക്കാളും കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് ഇങ്ങനെയുള്ള ഡെഫിസിറ്റ് സംഭവിക്കുക. എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ. ദ കൺട്രി ഈസ് സ്പെൻഡിങ് മോർ ഫോറിൻ എക്സ്ചേഞ്ച് ദാൻ ഇറ്റ് ഏൺസ്. നമുക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ചെലവാക്കുന്നുണ്ട് എന്നല്ല. ഓക്കെ, absorption approach to balance of payment was developed by അലക്സാണ്ടർ ആണ്, എസ് അലക്സാണ്ടർ ആണ്, ഞാൻ സൂചിപ്പിച്ചാണ്. ഇതൊന്ന് ജസ്റ്റ് പറയാം. കെയ്ൻസ് നമുക്കറിയാലോ. കെയ്ൻസ് ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ കെയ്ൻസിന്റെ തിയറി അല്ല. അലക്സാണ്ടർ ആണ് അബ്സോർപ്ഷൻ അപ്രോച്ച് പറഞ്ഞിട്ടുള്ളത്. ഹാരി ജോൺസൺ പറഞ്ഞിട്ടുള്ളത് എന്താ? ഹാരി ജോൺസൺ പറഞ്ഞിട്ടുള്ളത് മോണിറ്ററി അപ്രോച്ച് ആണ്. എന്ന് വെച്ചാൽ മോണിറ്ററി മണി സപ്ലൈ കൂടുമ്പോൾ ട്രേഡ് ബാലൻസ് കുറയും എന്നുള്ളതാണ് ഹാരി ജോൺസൺ പറയുന്നത്. ജോബർട്ട് മുണ്ടലിന്റെ തിയറി നമ്മൾ പറയുന്നുണ്ട്, വേറെ തിയറിയാണ്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ എസ് എസ് അലക്സാണ്ടർ, ഓപ്ഷൻ ബി. ഡെവലപ്ഡ് അബ്സോർപ്ഷൻ അപ്രോച്ച്, അതിൽ പറയുന്നത് ട്രേഡ് ബാലൻസ് എന്ന് പറയുന്നത് നാഷണൽ ഇൻകം ആൻഡ് അബ്സോർപ്ഷൻ ആണ്. അപ്പൊ BOP ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ അബ്സോർപ്ഷൻ കുറക്കണം, ഒന്നെങ്കിൽ ഔട്ട്പുട്ട് കൂട്ടണം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ കുറക്കണം എന്നുള്ളതാണ്. അപ്പൊ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് കൺസംഷൻ ആണ്. അപ്പൊ ആൾക്കാർ നാട്ടിൽ ഉപയോഗിക്കുന്നില്ല, പിന്നെ എന്താ സംഭവിക്കുക? പുറത്തേക്ക് കയറ്റിയേക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ട്രേഡ് ഇമ്പ്രൂവ് ആവും, കൂടുതൽ എക്സ്പോർട്ട് സംഭവിക്കും, ട്രേഡ് ഇമ്പ്രൂവ് ആവും എന്നുള്ളതാണ് അലക്സാണ്ടറുടെ അബ്സോർപ്ഷൻ അപ്രോച്ച് പറയുന്നത്. യെസ്, ഇത് നോക്കൂ, ഇത് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. ഓക്കെ, ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആകുമ്പോൾ കറൻസിയുടെ വാല്യൂ ഫിക്സഡ് ആയിരിക്കും. എന്നുവെച്ചാൽ ഡിമാൻഡിനനുസരിച്ച് മാറൂല. ഇപ്പൊ നോർമലി എല്ലായിടത്തും ഉള്ളത് ഫ്ലെക്സിബിൾ ആണ്. അപ്പൊ ഇത് ഡിമാൻഡ് അനുസരിച്ച് മാറൂല. അപ്പൊ ഇവിടെ ഒരു ഡെഫിസിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. അപ്പൊ ഡെഫിസിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണം? ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫ്ലോനേക്കാളും കൂടുതൽ ഔട്ട്ഫ്ലോ ഉണ്ടാകുമ്പോഴാണ്, ഇങ്ങോട്ട് വരുന്നതിനേക്കാളും കൂടുതൽ പുറത്തേക്ക് പോകുന്നതുകൊണ്ടാണ് ഡെഫിസിറ്റ് ഉണ്ടാകുന്നത്. നമുക്ക് എന്ത് ചെയ്യണം? പൈസ കൂടുതൽ ഇങ്ങോട്ടേക്ക് വരുത്തിക്കണം. പൈസ കൂടുതൽ ഇങ്ങോട്ടേക്ക് വരുത്തിക്കണമെങ്കിൽ ആൾക്കാർ കൂടുതൽ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യണം. ഓക്കെ, ഇവിടുന്ന് കൂടുതൽ എക്സ്പോർട്ട് നടക്കണം. കൂടുതൽ എക്സ്പോർട്ട് നടക്കുക എപ്പോഴാ? നമ്മുടെ സാധനം ചീപ്പർ ആകുമ്പോഴാണ്. നമ്മുടെ സാധനം എപ്പോഴാ ചീപ്പർ ആവുക? നമ്മുടെ കറൻസിയുടെ വാല്യൂ ഡീവാലുവേഷൻ ചെയ്യുമ്പോഴാണ്. സോ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ, ഡീവാലുവേഷൻ ഓഫ് ഡൊമസ്റ്റിക് കറൻസി. അപ്പൊ നമ്മൾ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഡെഫിസിറ്റ് ആണ് ഉള്ളത് എങ്കിൽ അവർ ഡീവാലുവേഷൻ ഓഫ് ഡൊമസ്റ്റിക് കറൻസി ചെയ്യും. അപ്പൊ ഡീവാലുവേഷൻ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടുത്തെ സാധനങ്ങളുടെ കോസ്റ്റ് പുറത്തുള്ളവർക്ക് കുറവായിരിക്കും. അപ്പൊ അവർ കൂടുതൽ സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോകും. അപ്പൊ നമ്മുടെ എക്സ്പോർട്ട് ഇമ്പ്രൂവ് ആവും. കൂടുതൽ എക്സ്പോർട്ട് നടക്കുമ്പോൾ കൂടുതൽ ഇൻഫ്ലോ ഉണ്ടാവും, കൂടുതൽ പൈസ ഉണ്ടാവും. അപ്പൊ ഡെഫിസിറ്റ് നമുക്ക് മാറ്റിക്കിട്ടും എന്നുള്ളതാണ് അതിന്റെ ലോജിക്. സോ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിൽ ഡെഫിസിറ്റ് ഉണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഡീവാലുവേഷൻ ഓഫ് കറൻസി ആണ് നമ്മൾ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തൊരു സബ് ടോപ്പിക് ആണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. കണക്റ്റിംഗ് ടോപ്പിക് തന്നെയാണ്. ഇതിൽ കൂടുതലായി കണ്ടുവരുന്ന ചോദ്യങ്ങൾ PPP, പർച്ചേസിംഗ് പവർ പാരിറ്റി, അതുപോലെ IRP, ഡോൺ ബുഷ് ഓവർ ഷൂട്ടിംഗ്, മുണ്ടൽ ഫ്ലെമിംഗ് പോളിസി ടേബിൾ, OCA, ഇങ്ങനെയുള്ള ടോപ്പിക്കിനാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, സോ ഇതൊന്ന് ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പോവാം. നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ്, റിയൽ എക്സ്ചേഞ്ച് റേറ്റ്. നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കറൻസിക്ക് പകരം മറ്റൊരു കറൻസി എത്ര കിട്ടും എന്നുള്ളതാണ് എക്സ്ചേഞ്ച് റേറ്റ്. ഇപ്പൊ നമ്മുടെ ടേംസ് പറയുകയാണെങ്കിൽ $1 കൊടുത്താൽ എത്ര രൂപ കിട്ടും എന്നുള്ളതാണ് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ്. അപ്പൊ USD INR 83 ആണെങ്കിൽ $1 കൊടുത്താൽ 83 റുപ്പീസ് കിട്ടും. അഥവാ $1 കിട്ടണമെങ്കിൽ 83 റുപ്പീസ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ നിലവിൽ നമ്മുടെ രൂപയുടെ വാല്യൂ ഒക്കെ വളരെ താഴോട്ട് പോയ കാര്യം നമുക്കറിയാം. അപ്പോൾ $1 83 ഉള്ളത് അതിനേക്കാൾക്ക് കൂടുതൽ 90 above ഒക്കെ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനാണ് നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. റിയൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക്
നോർമലി എല്ലായിടത്തും നമ്മൾ നോമിനൽ റിയൽ പറയുന്ന ഡിഫറൻസ് തന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിരിക്കും. നോമിനൽ റേറ്റ് എന്ന് പറയുന്നത് പ്രൈസ് ലെവൽ അഡ്ജസ്റ്റഡ് ആയിരിക്കും. ഇനി ഫിക്സഡ് ഉണ്ട്, ഫ്ലോട്ടിംഗ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ ഈ എക്സ്ചേഞ്ച് റേറ്റ് മാറില്ല. ഇപ്പൊ ഗവൺമെന്റ് പറയും $1 പകരം 70 റുപ്പീസ് എന്ന് ഇന്ത്യൻ ഗവൺമെന്റ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അത് ഫിക്സഡ് ആണ്. അപ്പൊ അത് മാറൂല. പക്ഷെ നിലവിൽ ഇപ്പം കൂടുതൽ കൺട്രീസും അഡോപ്റ്റ് ചെയ്യുന്നത് ഫ്ലോട്ടിംഗ് ആണ്. ഫ്ലോട്ടിംഗ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റുപ്പിക്ക് നല്ല ഡിമാൻഡ് ഉണ്ടെങ്കിൽ റുപ്പിയുടെ വാല്യൂ കൂടും, ഇന്ത്യൻ റുപ്പിക്ക് ഡിമാൻഡ് കുറവാണെങ്കിൽ റുപ്പിന്റെ വാല്യൂ കുറയും എന്നുള്ളതാണ്. അത് ഡിമാൻഡ് ഫാക്ടറാണ്, അല്ലാത്ത ഫാക്ടേഴ്സും ഉണ്ടാവും. ഓക്കെ, ഇതിലുള്ള പ്രധാനപ്പെട്ട 1-2 തിയറികളാണ്. പർച്ചേസിംഗ് പവർ പാരിറ്റി, ഇത് വളരെ ഇമ്പോർട്ടന്റ് ഒരു തിയറിയാണ്, നമുക്കറിയുന്ന ഒരു കാര്യം കൂടിയായിരിക്കും. അതായത് രാജ്യങ്ങളുടെ കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് എങ്ങനെ തീരുമാനിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോ ഗുസ്റ്റാവ് കാസൽ എന്ന് പറയുന്ന ആളുടെ തിയറിയാണ് പർച്ചേസിംഗ് പവർ പാരിറ്റി. പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഇപ്പോ പർച്ചേസിംഗ് പവർ ഓഫ് ഡിഫറെന്റ് കറൻസീസ് ഷുഡ് ബി സെയിം. ആ രീതിയിലായിരിക്കണം എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു 10 മുട്ട അല്ലെങ്കിൽ 1 കിലോ തക്കാളി, അങ്ങനെ ഏതെങ്കിലും ഒരു കുറച്ച് ഐറ്റംസ്, ബാസ്കറ്റ് ഓഫ് ഗുഡ്സ്, കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ ഇന്ത്യയിൽ എത്ര രൂപയാകുമോ അതേ സാധനങ്ങൾ വാങ്ങാൻ അമേരിക്കയിൽ എത്ര രൂപയാകുമോ ആ വിലകൾ തമ്മിൽ ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് ഇപ്പൊ 10 മുട്ട വാങ്ങാൻ ഇന്ത്യയിൽ ഇപ്പൊ എത്ര, 10 മുട്ടക്ക് 65 റുപ്യാണ്. അമേരിക്കയിൽ 10 മുട്ട വാങ്ങാൻ $2 ആണെങ്കിൽ $2 ഈസിക്കൽ ടു 65 രൂപ എന്നുള്ളതായിരിക്കണം നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ളതാണ് പർച്ചേസിംഗ് പവർ പാരിറ്റിയിൽ പറയുന്നത്. എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ 2 കറൻസീസ് ഈക്വൽസ് ടു ദ റേഷ്യോ ഓഫ് ദർ പ്രൈസ് ലെവൽ. അവരുടെ പ്രൈസ് ലെവലിന് ഈക്വൽ ആയിരിക്കും. അത് ഒരേ സാധനം വാങ്ങാൻ, ഒരേ സാധനം വാങ്ങാൻ, ഒരേ ബാസ്കറ്റ് ഓഫ് സാധനങ്ങൾ വാങ്ങാൻ ഇപ്പൊ ഇന്ത്യയിൽ ഇത്ര രൂപയാകും, വേറെ രാജ്യത്ത് ഇത്ര രൂപയാകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ഈസിക്കൽ ടു ഇത്. അപ്പൊ ഇന്ത്യയിൽ ഇപ്പൊ 10 മുട്ടക്ക് 65 രൂപ ഫോർ എക്സാമ്പിൾ ആണ്. ഇനി അമേരിക്കയിലാണെങ്കിൽ $2. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്? $2 ഈസിക്കൽ ടു 65 രൂപ. അതായത് $1 ഈസിക്കൽ ടു 32.5 രൂപ എന്ന രീതിയിൽ ആണ് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പർച്ചേസിംഗ് പവർ പാരിറ്റിയിൽ പറയുന്നത്. ഇനി ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റിയിൽ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഒരു രാജ്യത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ അവിടുത്തെ കറൻസിയുടെ വാല്യൂ താഴോട്ട് പോകും എന്നുള്ളതാണ്. ഇഫ് ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഹയർ ദാൻ ദ ഫോറിൻ ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻവെസ്റ്റേഴ്സ് എക്സ്പെക്ട് ദ കറൻസി ടു ഡിപ്രിഷിയേറ്റ് ടു ഓഫ്സെറ്റ് ദ ഹൈ റിട്ടേൺ. അപ്പോൾ ഡൊമസ്റ്റിക് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ അവിടുത്തെ കറൻസിയുടെ വാല്യൂ കുറഞ്ഞു വരും. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് എല്ലായിടത്തും ഈക്വൽ ആകുന്നവരെ എന്ത് ചെയ്യും? അവിടുത്തെ കറൻസി റേറ്റ് കുറഞ്ഞു വരും എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ ഡൊമസ്റ്റിക് റേറ്റ് ഫോറിൻ റേറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ താഴോട്ട് പോകും. എന്നുള്ളതാണ്. അപ്പോൾ എല്ലായിടത്തും ഇൻട്രസ്റ്റ് റേറ്റ് ഈക്വൽ ആകുന്ന രീതിയിലായിരിക്കണം എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ളതാണ് ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി എന്ന് പറയുന്നത്. ഡോൺ ബുഷ് ഓവർഷൂട്ടിംഗ് മോഡൽ എന്ന് പറയുമ്പോൾ മോണിറ്ററി എക്സ്പാൻഷൻ ഉണ്ടാകുന്ന സമയത്ത് എക്സ്ചേഞ്ച് റേറ്റ് ഷോർട്ട് റണ്ണിലായിരിക്കും കൂടുതൽ ഡിപ്രിഷിയേറ്റ് ചെയ്യുക ദാൻ ദ ലോങ് റൺ ഇക്വിലിബ്രിയം വാല്യൂ, ബിക്കോസ് ഗുഡ്സ് പ്രൈസസ് വെർ സ്റ്റിക്കി. അതായത് സാധനങ്ങളുടെ വില അത്ര പെട്ടെന്ന് മാറില്ല. പക്ഷെ അസറ്റ് മാർക്കറ്റ് അല്ലെങ്കിൽ മണി മാർക്കറ്റ് ഇൻസ്റ്റന്റ്ലി മാറും. അപ്പൊ ഷോർട്ട് റണ്ണിലാണ് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാവുക, ലോങ് റണ്ണിൽ അത്ര കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആ ഫ്ലക്ച്വേഷൻസ് ഒക്കെ പറയുന്ന സമയത്ത് ഷോർട്ട് റണ്ണിൽ നല്ല ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും, ലോങ് റണ്ണിൽ നോക്കുന്ന സമയത്ത് അത്ര ഫ്ലക്ച്വേഷൻസ് കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അതാണ് ഡോൺ ബുഷ് ഓവർഷൂട്ടിംഗ് മോഡൽ. ഷോർട്ട് റണ്ണിൽ കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാവും, ലോങ് റണ്ണിൽ അത്ര ഇമ്പാക്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ്. സോ അടുത്തൊരു കോൺസെപ്റ്റ് ആണ് മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ. മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഇതിൽ ഈ ഒരു ക്ലാരിറ്റി നമ്മൾ ഉണ്ടാക്കി വെക്കണം. അത് ISLM മോഡലിന്റെ ഓപ്പൺ എക്കോണമി എക്സ്റ്റൻഷൻ ആണ് മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു കാര്യം മനസ്സിലാക്കി നമുക്ക് എക്സാം വളരെ ഉപകാരപ്പെടും. അതായത് ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണെങ്കിൽ അവിടെ ഫിസ്ക്കൽ പോളിസി ആയിരിക്കും എഫക്റ്റീവ് എന്നുള്ളതാണ്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണെങ്കിൽ ഫിസ്ക്കൽ പോളിസി ആയിരിക്കും എഫക്റ്റീവ്. മോണിറ്ററി പോളിസി ഇൻഎഫക്റ്റീവ് ആയിരിക്കും, കാരണം സെൻട്രൽ ബാങ്ക് സ്റ്റെറിലൈസസ്. ഇനി ഫ്ലോട്ടിംഗ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. ഫ്ലോട്ടിംഗ് ആണെങ്കിൽ മോണിറ്ററി പോളിസി ആയിരിക്കും എഫക്റ്റീവ്,
ഫിസിക്കൽ പോളിസി ഇൻഎഫക്റ്റീവ് ആയിരിക്കും ബിക്കോസ് എക്സ്ചേഞ്ച് റേറ്റ് ക്രൗഡിംഗ് ഔട്ട് എഫക്റ്റ് ഉണ്ടാകുന്നത് കൊണ്ട് ഇൻഎഫക്റ്റീവ് ആയിരിക്കും. സോ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണെങ്കിൽ ഫിസിക്കൽ പോളിസിയും ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആണെങ്കിൽ മോണിറ്ററി പോളിസിയും ആയിരിക്കും എഫക്റ്റീവ് എന്നുള്ളതാണ് മുണ്ടൽ ഫ്ലെമിംഗ് മോഡലിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് മനസ്സിലാക്കി വെക്കുക. എക്സാമിന് ചോദിച്ചു വരുന്ന ഒരു ഏരിയ ആണ്, കൂടുതലായി ചോദിക്കുന്ന ഒരു ഏരിയ ആണിത്. ഓക്കെ, അടുത്തൊരു കാര്യമാണ് ഒപ്റ്റിമം കറൻസി ഏരിയ, OCA. OCA എന്ന് പറയുമ്പോൾ ഒരു ജോഗ്രഫിക് റീജിയൻ, ആ ജോഗ്രഫിക് റീജിയനിൽ സിംഗിൾ കറൻസി ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് യൂറോപ്യൻ യൂണിയനൊക്കെ കാണാൻ കഴിയും, അവിടെ സിംഗിൾ കറൻസിയാണ് എല്ലായിടത്തും, യൂറോ ആണ് കൂടുതലായി യൂസ് ചെയ്യുന്നത്. അപ്പോ ഒരു ജോഗ്രഫിക് റീജിയനിൽ സിംഗിൾ കറൻസി ഉപയോഗിക്കുന്നതിനാണ് ഒപ്റ്റിമം കറൻസി ഏരിയ എന്ന് പറയുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്നതിലൂടെ മാക്സിമൈസസ് എക്കണോമിക് എഫിഷ്യൻസി മാക്സിമൈസ് ചെയ്യാൻ കഴിയും. അതേപോലെ കൺട്രീസ് ഗീവ് അപ്പ് എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലെക്സിബിലിറ്റി. ഓരോ രാജ്യങ്ങൾക്ക് പിന്നെ അവരുടെ എക്സ്ചേഞ്ച് റേറ്റിന്റെ അകത്ത് തീരുമാനം എടുക്കാനുള്ള വലിയ അധികാരമൊന്നും ഉണ്ടാവില്ല, കാരണം എല്ലായിടത്തും സിംഗിൾ കറൻസിയാണ്. ഇപ്പൊ യൂറോന്റെ കേസെടുക്കുകയാണെങ്കിൽ ഇപ്പൊ അവിടെ ജർമ്മനിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് ഞങ്ങളുടെ എക്സ്ചേഞ്ച് റേറ്റ് മാറ്റണം എന്നുള്ള ഒരു അധികാരം അവിടെ ഉണ്ടാവില്ല. അവരെന്ത് ചെയ്യും, അവിടെ അവരുടെ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലെക്സിബിലിറ്റി ഗിവ് അപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ ഗിവ് അപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു സിംഗിൾ കറൻസിയിലേക്ക് എത്തും. ആ സമയത്ത് അവർക്ക് എക്കണോമിക് എഫിഷ്യൻസി ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഫാക്ടർ മൊബിലിറ്റി ഉണ്ടാവണം, ലേബേഴ്സ്, അതുപോലെ ക്യാപിറ്റലി, ബാക്കിയുള്ള ഫാക്ടറുകളൊക്കെ എന്ത് ചെയ്യണം, പരസ്പരം എല്ലായിടത്തും മൊബൈൽ അയക്കണം, വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ എളുപ്പത്തിൽ കഴിയണം. അതുകൊണ്ടായിരിക്കണം യൂറോപ്യൻ യൂണിയനിലൊക്കെ ട്രാവൽ ചെയ്യാനൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യാൻ വിസന്റെ ആവശ്യമൊന്നും ഇല്ലാത്തൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ഫാക്ടർ മൊബിലിറ്റി എന്നുള്ളൊരു ഫാക്ടറാണ്. ട്രേഡ് ഓപ്പൺനെസ് ഉണ്ടായിരിക്കണം, പരസ്പരം ട്രേഡ് ചെയ്യുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ടാകാൻ പാടില്ല, ഫിസിക്കൽ ട്രാൻസ്ഫേഴ്സ് പരസ്പരം നടക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് ഇത് എക്കണോമിക് എഫിഷ്യൻസി ഉണ്ടാവുക എന്നുള്ളതാണ്. ഒപ്റ്റിമം കറൻസി ഏരിയ എന്ന് പറഞ്ഞാൽ ജോഗ്രഫിക് റീജിയൻ വേർ സിംഗിൾ കറൻസി മാക്സിമൈസസ് എക്കണോമിക് എഫിഷ്യൻസി എന്നുള്ളതാണ്. ഇതിനെപ്പറ്റി ഇടയ്ക്ക് ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി ഓഫ് എക്സ്ചേഞ്ച് വാസ് ഡെവലപ്ഡ് ബൈ ഗുസ്താവ് കാസൽ ആണ്. ഓപ്ഷൻ ബി, യെസ്, ഓപ്ഷൻ ബി. ഫിഷേഴ്സ് ഇക്വേഷൻ അത് വേറെയാണ്, കാസലാണ് എന്റെ കറക്റ്റ് ആൻസർ. ജെയിം കെയ്ൻസ് നമുക്കറിയാം, വേറെയാണ്. ഹെക്ഷർ പ്രപ്പോസ് ചെയ്ത തിയറിയും മറ്റും വേറെയാണ്. സോ പർച്ചേസിംഗ് പവർ പാരിറ്റി എന്ന് പറയുന്നത് ഗുസ്താവ് കാസലിന്റെ ആണ്. അതിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ ടു കറൻസീസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് ദർ പ്രൈസ് ലെവൽ. ഒരേ സാധനത്തിന് രണ്ട് രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രൈസ് ലെവലിന്റെ റേഷ്യോ ആയിരിക്കും ആ കറൻസികളുടെ എക്സ്ചേഞ്ച് റേറ്റ് എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, IRP കണ്ടീഷൻ, യെസ് എന്ന് പറയും. ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി, അങ്ങനെ അത് ലോകത്ത് എല്ലായിടത്തും ഇൻട്രസ്റ്റ് റേറ്റ് ഇക്കലാകുന്ന രീതിയിലാണ് വേണ്ടത്. പുറത്തിന് ഓക്കെ, അതിന്റെ ആൻസർ പറയും. എന്തായിരിക്കും വരിക? ഒരു കറൻസി ഡിപ്രീഷിയേറ്റ് ചെയ്യും, എപ്പോഴാണ് ഡിപ്രീഷിയേറ്റ് ചെയ്യുക? ഓപ്ഷൻ എ ആണോ? ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് ഹയർ ദാൻ ദ ഫോറിൻ ഇൻട്രസ്റ്റ് റേറ്റ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അതായത് നമ്മുടെ നാട്ടില് ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഫോറിൻ ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറയും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇൻട്രസ്റ്റ് റേറ്റ് ഈക്വൽ ടു ഫോറിൻ ഇൻട്രസ്റ്റ് റേറ്റ്, ഇതെല്ലാം റോങ് ആണ്. നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഫോറിൻ ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും ലോവർ ആണെങ്കിൽ നമ്മുടെ കറൻസി അപ്രിസിയേഷൻ സംഭവിക്കുകയാണ് ചെയ്യാം. IRP പ്രകാരം ഇൻഫ്ലേഷൻ ഈസ് ലോവർ ദാൻ അബ്രോഡ്. അതൊന്നല്ല ആൻസർ. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, according to uncovered IRP, if domestic interest rate is higher, investors expect the currency to depreciate to offset higher return. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ കറൻസിയുടെ വാല്യൂ താഴോട്ട് പോകും എന്നുള്ളതാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ കറൻസിയുടെ ഡിപ്രിസിയേഷൻ സംഭവിക്കും എന്നുള്ളതാണ്. ഓവർഷൂട്ടിംഗ് മോഡൽ ഓഫ് എക്സ്ചേഞ്ച് റേറ്റ് വാസ് ഗിവൺ ബൈ ഡോൺ ബുഷ്.
ഡോൺ ബുഷ് ഓവർഷൂട്ടിംഗ് മോഡൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, റോഡിഗർ ഡോൺ ബുഷ്. യെസ്, മുണ്ടൽ ഫ്ലെമിംഗ് മോഡൽ നേരത്തെ പറഞ്ഞായിരുന്നു. The Mundell-Fleming model shows that under a fixed exchange rate regime, fiscal policy. Okay. ഇവിടെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്. അപ്പോൾ അവിടെ ഫിസിക്കൽ പോളിസി എന്തായിരിക്കും എന്നുള്ളത്. മുണ്ടൽ ഫ്ലെമിംഗ് മോഡലിൽ പറയുന്ന വേറൊരു കാര്യം, ക്യാപിറ്റൽ മൊബിലിറ്റി, പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി ഉണ്ടാവുന്നതാണ്. പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞ കാര്യം നടക്കുക. പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി വേണം എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണോ? ഓപ്ഷൻ ഡിയിൽ ക്യാപിറ്റൽ ഇമ്മൊബൈൽ ആണ്. അപ്പൊ ഇതെന്തായാലും ഇതല്ല ആൻസർ വരുന്നത്. ഓക്കെ. പിന്നെ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റിൽ ഫിസിക്കൽ പോളിസി എഫക്റ്റീവ് ആണെന്നുള്ളതാണ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്, അപ്പൊ ഫിസിക്കൽ പോളിസി എന്തായിരിക്കും? എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ എഫക്റ്റീവ് ആണ്, പക്ഷേ ക്യാപിറ്റൽ ഇമ്മൊബൈൽ ആണെന്ന് പറയുന്ന ഓപ്ഷൻ തെറ്റാണ്. കാരണം പെർഫെക്റ്റ് ക്യാപിറ്റൽ മൊബിലിറ്റി ഉണ്ട് മുണ്ടൽ ഫ്ലെമിംഗ് മോഡലിൽ. സോ എഫക്റ്റീവ് ആണ് എന്നുള്ളതാണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ. എഫക്റ്റീവ് ബിക്കോസ് ഇറ്റ് റൈസസ് ഔട്ട്പുട്ട്. OCA. OCA proposed by റോബർട്ട് മുണ്ടൽ. ഓപ്ഷൻ ബി ആണ്, റോബർട്ട് മുണ്ടൽ ആണ് OCA പ്രപ്പോസ് ചെയ്തത്. Okay, next one. Triangular arbitrage in the foreign exchange market. Okay. Triangular arbitrage എന്ന് പറഞ്ഞാല് ബേസിക്കലി നമ്മൾ സൈമിൾട്ടേനിയസ് ആയിട്ട് 3 കറൻസികളിൽ ട്രേഡ് ചെയ്യുന്നതാണ് നമ്മൾ ട്രയാങ്കുലർ ആർബിട്രേജ് എന്ന് പറയാം. കാരണം കറൻസികളിൽ ഇൻകൺസിസ്റ്റൻസി ഉണ്ടാവും, അതിൽ വാല്യൂസ് മേലോട്ട് താഴോട്ടൊക്കെ പോകും. അപ്പൊ നമ്മൾ സൈമിൾട്ടേനിയസ്ലി ഡിഫറെന്റ് കറൻസികൾ ഉപയോഗിച്ചുകൊണ്ട് 3 കറൻസികൾ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ട്രേഡ് ചെയ്യുന്ന ഒരു സംവിധാനത്തിനാണ് നമ്മൾ ട്രയാങ്കുലർ ആർബിട്രേജ് എന്ന് പറയാം. സോ ഇതിൽ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. അപ്പോ എക്സ്പ്ലോയിറ്റിംഗ് പ്രൈസ് ഡിഫറൻസസ് അക്രോസ് 3 കറൻസീസ് ടു മേക്ക് റിസ്ക്ലെസ് പ്രോഫിറ്റ്. അധികം റിസ്ക് ഇല്ലാത്ത രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാന്നില്ല. കാരണം ഒരു കറൻസിയുടെ വാല്യൂ കുറഞ്ഞാൽ വേറെ കറൻസിയുടെ വാല്യൂ കൂടും. ഇപ്പൊ ഡോളറിന്റെ വാല്യൂ കുറയാന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? രൂപയുടെ വാല്യൂ കൂടും എന്നുള്ളതാണ്. നമ്മൾ ഡോളറിലും ട്രേഡ് ചെയ്യുന്നുണ്ട്, രൂപയിലും ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരുത്തിൽ നഷ്ടം ഉണ്ടാകുമ്പോൾ മറ്റൊരുത്തിൽ ഉണ്ടാവും പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പൊ റിസ്ക് കുറച്ചുകൊണ്ടുള്ള റിസ്ക്ലെസ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെന്റ് കറൻസീസ് ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ട്രയാങ്കുലർ ആർബിട്രേജ് എന്ന് പറയാം. ഓക്കെ. സ്പോട്ട് റേറ്റ് ഇതേപോലെ മറ്റൊരു ട്രിക്കി ആയിട്ടുള്ള സാധനമാണ്. സ്പോട്ട് റേറ്റ് അതേപോലെ ഫ്യൂച്ചർ റേറ്റ്. സ്പോട്ട് റേറ്റ് ഇതിന്റെ ആൻസർ എന്താ? ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലെ സ്പോട്ട് റേറ്റ് എന്ന് പറയുന്നത് എന്താ? ഓപ്ഷൻ ബി. ഓക്കെ, ഇത് ഒബ്വിയസ് ആണ്, നമുക്ക് ഇതിന്റെ പേരിൽ തന്നെ കാര്യമുണ്ട്. സ്പോട്ട് റേറ്റ് എന്നാണ്. സ്പോട്ട് റേറ്റ് പറഞ്ഞാൽ സ്പോട്ട് എന്ന് പറയില്ലേ, അപ്പോൾ ഓൺ ദ സ്പോട്ട്, അതായത് അപ്പൊ ഉള്ള റേറ്റ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ നമ്മൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഉള്ള റേറ്റിന് ചെയ്യാം, നമുക്ക് ഫ്യൂച്ചറിലെ റേറ്റിനും ചെയ്യാം. അപ്പൊ ഉള്ള റേറ്റ് നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് ചെയ്യുമ്പോഴാണ് സ്പോട്ട് റേറ്റ് എന്ന് പറയാം. ഇനി ഫ്യൂച്ചറിലെ റേറ്റിന് എങ്ങനെ നമ്മൾ എക്സ്ചേഞ്ച് റേറ്റ് ചെയ്യാം? ഫ്യൂച്ചറിൽ നമുക്ക് അറിയില്ല എത്രയാണ് അതിന്റെ കറൻസിയുടെ വാല്യൂ ഉണ്ടാവുക എന്നുള്ള അറിയില്ല. അപ്പോ ഭാവിയിൽ നമുക്ക് എത്രയെന്ന് അറിയില്ല, പക്ഷേ ആ റിസ്ക് എടുക്കാനും വയ്യ. ഭാവിയിൽ ഇനി കറൻസിയുടെ വാല്യൂ താഴോട്ട് പോകുമോ നമുക്കറിയില്ല. അങ്ങനെ താഴോട്ട് പോകാൻ നമുക്ക് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ റിസ്ക് എടുക്കാൻ വയ്യ. അപ്പൊ നമ്മൾ പറയാണ് ഫ്യൂച്ചറിൽ ഇത്ര പൈസക്ക് നമ്മൾ ഫ്യൂച്ചറിൽ ഇത്ര പൈസക്ക് നമ്മൾ വാങ്ങും എന്ന് പറഞ്ഞിട്ട് ട്രേഡ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചർ റേറ്റ് പറയാം. അപ്പൊ ഇത് സ്പോട്ട് റേറ്റ് ആണ്. സ്പോട്ട് റേറ്റ് എന്ന് പറയുമ്പോൾ ഇമ്മീഡിയറ്റ് ഡെലിവറിയിൽ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ റേറ്റിനെയാണ് നമ്മൾ സ്പോട്ട് റേറ്റ് എന്ന് പറയാം. ഫ്യൂച്ചർ ഡെലിവറി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ഫ്യൂച്ചർ റേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്.
exchange rate for immediate delivery. Spot rate എന്ന് പറയുമ്പോൾ exchange rate for immediate typically T+2 today plus രണ്ട് ദിവസം വരെയുള്ള ദിവസങ്ങൾ ഡെലിവറി ഓഫ് കറൻസി. ഫോർവേഡ് റേറ്റ് എന്ന് പറയുമ്പോൾ റേറ്റ് അഗ്രീഡ് ടുഡേ ഫോർ ഡെലിവറി അറ്റ് ഫ്യൂച്ചർ ഡേറ്റ്. അപ്പൊ ഇന്ന് നമ്മൾ റേറ്റ് അഗ്രി ചെയ്യും. അപ്പൊ എനിക്ക് ഇന്നിപ്പോ ജൂൺ 5 എനിക്ക് ജൂലൈ 31 ആണ് റേറ്റ് ട്രാൻസാക്ഷൻ ചെയ്യേണ്ടത്. അപ്പൊ ജൂലൈ 31 എത്രയായിരിക്കും അതിന്റെ റേറ്റ് എന്ന് എനിക്കറിയില്ല. സോ നമ്മൾ ഇന്നൊരു റേറ്റ് അഗ്രി ചെയ്യും. ഇന്നിപ്പോ 95 ഡോളറിന് റുപ്പീസ് എങ്കിൽ നമ്മൾ പറയും ഒരു 96 നമുക്ക് ജൂലൈ 31 എക്സ്ചേഞ്ച് ചെയ്യാം എന്ന് നമ്മൾ പറയും. റേറ്റ് അഗ്രി ടുഡേ, ഇന്ന് നമ്മൾ റേറ്റ് അഗ്രി ചെയ്യുന്നുണ്ട് ഫോർ എ ഡെലിവറി അറ്റ് ഫ്യൂച്ചർ ഡേറ്റ്. ഭാവിയിൽ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റേറ്റ് നമ്മൾ ഇന്ന് അഗ്രി ചെയ്യും. അപ്പൊ അതിനാണ് ഫോർവേഡ് റേറ്റ് എന്ന് പറയാം. ഫോർവേഡ് റേറ്റ് അതുപോലെ സ്പോട്ട് റേറ്റ് ആർ ടു പ്രൈമറി കൊട്ടേഷൻസ് ഇൻ ഫോറക്സ് മാർക്കറ്റ്. ഫോറക്സ് മാർക്കറ്റിലുള്ള പ്രധാനപ്പെട്ട രണ്ട് ടേംസുകളാണ് സ്പോട്ട് റേറ്റും അതേപോലെ ഫോർവേഡ് റേറ്റും എന്ന് പറയുന്നു. ഓക്കെ, യെസ്, ഇത് പറയാം. സ്പോട്ട് റേറ്റ് of USD INR is equal to is 82 and the 3-month forward rate is 83. ഇങ്ങനെയാണെങ്കിൽ ഇത് ട്രിക്കിയുള്ള സാധനമാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ റുപ്പി ട്രേഡ് നടക്കുന്നത് ഫോർവേഡ് പ്രീമിയത്തിലാണോ ഫോർവേഡ് ഡിസ്കൗണ്ടിലാണോ? അതായത് ഇത് സ്പോട്ട് റേറ്റ് 82, പക്ഷെ നമ്മൾ ഫോർവേഡ് റേറ്റ് ആണ് ചെയ്യുന്നത്. ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് ആണ് ചെയ്യുന്നത്. 3 മാസത്തിന് ശേഷമാണ് നമുക്ക് എന്റെ ട്രാൻസ്ഫർ നടക്കുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്? ഫോർവേഡ് റേറ്റ് ആണ്. നമ്മൾ ഇന്നൊരു റേറ്റിലേക്ക് അഗ്രിമെന്റ് എത്തുകയാണ്. നമ്മൾ പറയണ 83 മതി എന്ന് പറയാണ്. 82 വരെ 83 ആണ് റേറ്റ് എന്ന് പറയാം. ഇങ്ങനെയാണെങ്കിൽ ഇത് എന്താണ്? ഫോർവേഡ് പ്രീമിയം ആണോ ഫോർവേഡ് ഡിസ്കൗണ്ട് ആണോ പാർ വിത്ത് ഡോളർ ആണോ? ഇത് 82 ഉള്ളത് 83 ആയി അല്ലേ? അപ്പോ നോർമലി നമ്മൾ മനസ്സിലാക്കുക എന്താ? ഇതിന്റെ വാല്യൂ കൂടി എന്നുള്ളതാണ്. ഉറുപ്പ്യ കൂട്ടിയിട്ടാണല്ലോ സാധനം വിൽക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ ശരിക്കും സംഭവിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. ഡിസ്കൗണ്ടിലാണ് സാധനം സെല് ചെയ്യുന്നത്. എന്താ കാര്യം എന്താ വെച്ചാല് നിലവിൽ ഡോളറിന് 82 രൂപയാണ്. ഓക്കെ, അപ്പോ ഡോളറിന് 83 എന്ന് പറയുമ്പോൾ രൂപയുടെ വാല്യൂ പിന്നെയും ഡിസ്കൗണ്ട് ആവുകയാണ്. രൂപയുടെ വാല്യൂ പിന്നെയും കുറയാണ്. ഇപ്പൊ 82 രൂപ കൊടുത്താൽ ഡോളർ കിട്ടും. 3 മാസം കഴിഞ്ഞിട്ടുള്ള റേറ്റ് നമ്മൾ പറയുന്നത് 83 എന്ന് പറഞ്ഞാൽ 83 രൂപ കൊടുത്താലേ ഡോളർ കിട്ടുള്ളൂ. അപ്പൊ രൂപേന്റെ വാല്യൂ കുറയാണ് ചെയ്യുന്നത്. അപ്പോ ഭാവിയിൽ നമ്മൾ നമ്മുടെ കറൻസിയുടെ വാല്യൂ കുറച്ചിട്ടാണ് ഇടുന്നതെങ്കിൽ, അതായത് അതിന്റെ കൂടുതൽ പൈസ കൊടുത്താലേ നമുക്ക് ഒരു ഡോളർ കിട്ടുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഭാവിയിൽ ഡോളറിന്റെ രൂപേന്റെ വാല്യൂ കുറച്ചിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ഫ്യൂച്ചർ ഫോർവേഡ് റേറ്റ് ആണ്, അതിന് ഡിസ്കൗണ്ടും ആണ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. ഇനി ഫോർവേഡ് പ്രീമിയം ആകുന്ന എപ്പോഴാ? നമ്മള് 3 മന്തിന് ശേഷമുള്ള റേറ്റ് ഇപ്പം 80 ആണെങ്കിൽ രൂപയുടെ വാല്യൂ അവിടെ ഇംപ്രൂവ് ആയിരുന്നുള്ളതാണ്. അപ്പൊ ഫോർവേഡ് പ്രീമിയം എന്ന് പറയാം അതിന്. അപ്പൊ ഈ കേസിൽ രൂപയുടെ വാല്യൂ താഴോട്ട് പോവാണ് ചെയ്യുന്നത്. അത് ഫോർവേഡ് ഡിസ്കൗണ്ട് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നത് ഫോർവേഡ് ഡിസ്കൗണ്ട് ഫോർ ദ റുപ്പി, അതായത് കൂടുതൽ പൈസ വേണം ഒരു ഡോളർ വാങ്ങാൻ വേണ്ടിയിട്ട് 83 ആകുന്ന സമയത്ത്. അപ്പോ റുപ്പി ഡിപ്രിഷിയേറ്റ് സംഭവിക്കും എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോ ഫോർവേഡ് ഡിസ്കൗണ്ട് ആണെന്നുള്ളതാണ് ലോജിക്. ഓക്കെ, effective rate of protection differs from nominal tariff rate because effective rate of protection എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ഉള്ള താരിഫ് പ്ലസ് കുറച്ച് കാര്യങ്ങളുടെ കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് എഫക്റ്റീവ് റേറ്റ് ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. എന്റെ ആൻസർ ആർക്കും അറിയോ? അറിയോ? ഓക്കെ, എഫക്റ്റീവ് റേറ്റ് ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ. ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ഏതാണ് ആൻസർ?
ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, സംഭവം എന്ന് പറഞ്ഞാല് എഫക്റ്റീവ് റേറ്റ് ഓഫ് താരിഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഉള്ള താരിഫിന്റെ കൂടെ അതിൽ ഉപയോഗിച്ചിട്ടുള്ള ഇൻപുട്ടിന്റെ താരിഫിനും കൂടെ നമ്മൾ കൂട്ടും എന്നുള്ളതാണ്. ഓക്കെ, അതായത് നമ്മളിപ്പോ ഒരു പ്രൊഡക്റ്റ്, ഇപ്പൊ കാറിന്റെ കാര്യം എടുക്കുന്നെങ്കിൽ ഇപ്പോൾ കാറിന്റെ ഇൻപുട്ടുകൾ ഉണ്ടാവുമല്ലോ, പ്രൊഡക്ഷനിൽ ഉപയോഗിച്ചിട്ടുള്ള ഇൻപുട്ടുകൾ ഉണ്ടാവും. ആ ഇൻപുട്ടുകൾ ഇമ്പോർട്ട് ചെയ്യാൻ താരിഫ് ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ ഇമ്പോർട്ടഡ് ഇൻപുട്ടുകൾ ഉണ്ടാവും, അപ്പൊ അതിന് താരിഫ് ഉണ്ടാവും. അപ്പോ ഇതില് പ്രൊഡക്ഷൻ ഉപയോഗിച്ചിട്ടുള്ള ഇൻപുട്ടുകളുടെ താരിഫും കൂടെ കൂട്ടുമ്പോഴാണ് എഫക്റ്റീവ് റേറ്റ് ഓഫ് പ്രൊട്ടക്ഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ എഫക്റ്റീവ് റേറ്റ് ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഇൻപുട്ടുകളുടെ താരിഫും കൂടെ അതിൽ ആഡ് ആകും എന്നുള്ളതാണ്. നോർമലി സംഭവിക്കുക താരിഫിനേക്കാളും കൂടുകയാണ് ചെയ്യുക, പക്ഷെ താരിഫിനേക്കാളും കുറയുകയും ചെയ്യാം. പക്ഷെ നമ്മുടെ പോയിന്റ് എന്താ പറഞ്ഞാല് നോമിനൽ താരിഫിൻ ഇതും തമ്മിൽ വ്യത്യാസം എന്ന് പറയുന്നത് നോമിനൽ താരിഫിനേക്കാളും എഫക്റ്റീവ് റേറ്റ് ഓഫ് പ്രൊട്ടക്ഷനിലേക്ക് വരുന്ന സമയത്ത്, ERP-യിലേക്ക് വരുന്ന സമയത്ത് അതിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിട്ടുള്ള ഇൻപുട്ടുകളുടെ താരിഫിനെയും കൂടെ അക്കൗണ്ട് ചെയ്യുന്നതാണ്, കൂട്ടുന്നതാണ്. അപ്പോ ഇതാണ് ഇതിന്റെ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ. ഡംപിങ്. ഡംപിങ് ഡംപിങ് നമുക്കറിയാലോ. ഡംപിങ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ് ഓക്കേഴ്സ് വെൻ എ ഫേം. ഡംപിങ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യം മറ്റൊരു രാജ്യത്ത് കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യുക. ഡംപ് ചെയ്യുക പറഞ്ഞാല് അവിടുത്തെ മാർക്കറ്റ് റേറ്റിനേക്കാളൊക്കെ കുറച്ച് വെക്കുക, ഈവൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനേക്കാളും കുറച്ച് വെക്കുക. അങ്ങനെ വെക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പം ചൈനയുടെ സാധനം നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോ നോർമലി ഒരു ചെരുപ്പ് ഉണ്ടാക്കാൻ നോർമലി 300 രൂപ കോസ്റ്റ് വരും. അപ്പോൾ പ്രോഫിറ്റ് ഒക്കെ കൂട്ടി 400 രൂപ വെക്കുക. ഇപ്പൊ ഇന്ത്യയിൽ കുറെ കമ്പനികൾ ഈ ചെരുപ്പുണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പൊ ചൈനയിൽ നിന്ന് എന്ത് ചെയ്തു? കുറെ ആൾക്കാർ അവർക്ക് ഉണ്ടാക്കണമെങ്കിൽ ഒരു 300 ഇല്ലെങ്കിൽ 250 കോസ്റ്റ് അവർക്കും വരുന്നുണ്ട്. പക്ഷെ അവർ 150 റുപ്യക്ക് ചെരുപ്പ് കിട്ടും. 150 റുപ്യക്ക് ഡംപ് ചെയ്ത് ഇന്ത്യയിലേക്ക് ഇങ്ങനെ ഡംപ് ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ സ്വാഭാവികമായിട്ട് 150 റുപ്യ ചെരുപ്പ് വാങ്ങാൻ പോകും. അങ്ങനെ വാങ്ങുന്ന സമയത്ത് ഇന്ത്യയിലുള്ള ചെരുപ്പുകൾ ആരും വാങ്ങൂല. ഇന്ത്യയിലെ കമ്പനികളൊക്കെ എന്തായി പോകും? താഴോട്ട് പോകും, നശിച്ചു പോകും. ഇപ്പൊ ഇന്ത്യയിലെ കമ്പനികളൊക്കെ പൂട്ടിപ്പോകും. ഇന്ത്യയിലെ കമ്പനികൾ പൂട്ടിപ്പോയാൽ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ കമ്പനികൾ ഒക്കെ പോയി. ഇനിയിപ്പോ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനമേ ഉള്ളൂ. അവർ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ലേറ്റർ ഓൺ ഇതിന്റെ പ്രൈസ് കൂട്ടി 300 400 500 നമ്മൾ വാങ്ങേണ്ടി വരും. അപ്പോൾ നമ്മുടെ എക്കോണമിനെ തകർക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. നമ്മുടെ മാർക്കറ്റിനേക്കാളും കുറച്ച് കൊടുക്കുന്നതല്ല പ്രശ്നം. അങ്ങനെ കുറച്ച് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ എക്കോണമിനെ തകരാൻ കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് ഡംപിങ്ങിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. സോ ഡംപിങ് ഓപ്ഷൻ ബി ആണ്. എക്സ്പോർട്ട് അറ്റ് എ പ്രൈസ് ബിലോ ഇറ്റ്സ് ഡൊമസ്റ്റിക് മാർക്കറ്റ് പ്രൈസ് ഓർ ബിലോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മുടെ നാട്ടിലെ മാർക്കറ്റ് പ്രൈസിനേക്കാളോ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനേക്കാളൊക്കെ കുറച്ചൊരു സാധനം കൊടുക്കുന്നതിനാണ് എന്ത് പറയാ, ഡംപിങ് എന്ന് പറയാം. വളണ്ടറി എക്സ്പോർട്ട് റിസ്ട്രെയിന്റ്, VR. VR എന്ന് പറഞ്ഞാല് വളണ്ടറി ആയിട്ട് നമ്മൾ എക്സ്പോർട്ടിൽ നിന്ന് മാറി നിൽക്കും. എന്നുവെച്ചാൽ എക്സ്പോർട്ട് കുറക്കും. ഇങ്ങനെ കുറക്കുന്നതിനാണ് വളണ്ടറി എക്സ്പോർട്ട് റിസ്ട്രെയിന്റ് എന്ന് പറയാം. അതായത് നമ്മുടെ അമേരിക്കയിലേക്ക് പാലിന്റെ അല്ലെങ്കിൽ എന്തിന്റെ ഇപ്പോ മുട്ടയുടെ എക്സ്പോർട്ട് നടത്തുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം നമ്മൾ പറഞ്ഞു, ഓക്കെ നമ്മൾ ഇനി എക്സ്പോർട്ട് ചെയ്യുന്നില്ല, നമ്മൾ വളണ്ടറി ആയിട്ട് അത് മാറിയിരിക്കുകയാണ്. അപ്പൊ വളണ്ടറി ആയിട്ട് എക്സ്പോർട്ട് നിന്ന് മാറി നിൽക്കുന്നതിനാണ് VER എന്ന് പറയാ, വളണ്ടറി എക്സ്പോർട്ട് റിസ്ട്രെയിന്റ് എന്ന് പറയാം. ഇത് ഏതായിരിക്കും വരിക? ടാരിഫ് ബാരിയർ ആണോ? നോൺ ടാരിഫ് ബാരിയർ ആണോ? സബ്സിഡി ആണോ? കൗണ്ടർ വെയിലിംഗ് മെഷർ ആണോ? ഏതായിരിക്കും വരിക? ഓപ്ഷൻ ബി. ഇത് നോൺ ടാരിഫ് ബാരിയർ ആയിട്ടാണ് വരിക. കാരണം ഇതിൽ ടാരിഫ് ഇമ്പോസ് ചെയ്യുന്നില്ല. ട്രേഡിൽ ബാരിയർ ഉണ്ട്, ട്രേഡ് നടക്കുന്നില്ല. ഓക്കെ, അപ്പൊ എക്സ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ ചെയ്യാത്തതിന്റെ കാരണം ടാരിഫ് അല്ല, അപ്പോ നോൺ ടാരിഫ് ബാരിയർ ആണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. VR is a non-tariff barrier. An exporting country voluntarily restricts its export under pressure from importing country. അമേരിക്ക ഇപ്പൊ ട്രംപ് ഒക്കെ വന്നിട്ട്
അങ്ങനെ പറയുമല്ലോ, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഞങ്ങളുടെ സാധനം വാങ്ങണം, റഷ്യയുടെ ഓയിൽ വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞ മാതിരി അവരെന്ത് ചെയ്യും, നമ്മളെ പ്രഷർ ചെയ്യും. ഇപ്പൊ നമ്മുടെ അവിടത്തേക്ക് എക്സ്പോർട്ട് ചെയ്യരുതെന്ന് പറയും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാതെ മാറിയിരിക്കും, വളണ്ടറി മാറിയിരിക്കും. അപ്പോൾ അത് നോൺ താരിഫ് ബാരിയർ ആണ്. അപ്പോൾ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ദ സെയിം എഫക്ട് ആസ് കോട്ടയുടെ സെയിം എഫക്റ്റ് ആണ്. പക്ഷെ റവന്യൂ ഗോസ് ടു ദ എക്സ്പോർട്ടിംഗ് കൺട്രീസ് പ്രൊഡ്യൂസേഴ്സ്, നോട്ട് ദി ഇമ്പോർട്ടിംഗ് കൺട്രീസ് ഗവൺമെന്റ്. അതായത് എക്സ്പോർട്ടിംഗ് കൺട്രീസ് പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിലേക്കാണ് റവന്യൂ പോകുന്നത്, ഇമ്പോർട്ടിംഗ് കൺട്രീസ് ഗവൺമെന്റിന്റെ കയ്യിലേക്കല്ല എന്നുള്ളതാണ്. Each of the following is an example of non-tariff barrier. Okay. ഇതിൽ നോൺ താരിഫ് ബാരിയറിന്റെ എക്സാമ്പിൾ എന്താ? Import duty on electronics, export tax on raw materials, sanitary and phytosanitary measures, most favored nation rate. ഏതാണ്? ഇമ്പോർട്ട് ഡ്യൂട്ടി ടാക്സ് അതൊന്നും ആയിരിക്കില്ലല്ലോ. ഇതിന്റെ ആൻസർ സാനിറ്ററി ആൻഡ് സൈറ്റോസാനിറ്ററി മെഷേഴ്സ് എന്നുള്ളതാണ്. ബേസിക്കലി നോൺ താരിഫ് ബാരിയർ എന്ന് പറയുമ്പോൾ താരിഫ് നമ്മൾ ഇമ്പോസ് ചെയ്യുന്നില്ല, പക്ഷെ അവിടെ ട്രേഡ് ബാരിയേഴ്സ് ഉണ്ടാവുന്നില്ല. അപ്പൊ ഈ കേസിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ നമ്മൾ BS6 ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതായത് എമിഷൻസിന്റെ മെഷേഴ്സ് ഉണ്ടാവും, അങ്ങനെയുള്ള മെഷേഴ്സ് ഒക്കെ കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെയാണ്. അപ്പൊ ഇതിൽ സാനിറ്ററി ആൻഡ് സൈറ്റോസാനിറ്ററി മെഷേഴ്സ് എന്ന് പറയുമ്പോൾ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളുടെ എണ്ണം കുറവായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് കൺട്രിയിൽ അങ്ങനെ ഉണ്ടാവില്ല. അപ്പൊ അപ്പൊ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതാണ് നോൺ താരിഫ് ബാരിയർ ആയിട്ട് പരിഗണിക്കാൻ കാരണം. അപ്പൊ സാനിറ്ററി ആൻഡ് സൈറ്റോസാനിറ്ററി മെഷേഴ്സിനെയാണ് നമ്മൾ നോൺ താരിഫ് ബാരിയർ ആയിട്ട് ഇതിൽ പരിഗണിക്കുന്നത്. ഓക്കെ. They restrict import based on health, safety, and environmental standards. While some are legitimate, they can be used as a disguised protectionism. അതായത് ചിലതൊക്കെ നമ്മൾ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള എൻവിറോൺമെന്റൽ സ്റ്റാൻഡേർഡുകൾ സെറ്റ്, അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാൻഡേർഡുകൾ, സേഫ്റ്റി സ്റ്റാൻഡേർഡുകൾ സെറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ കാറുകളൊക്കെ കാണാമല്ലോ, ഇപ്പൊ BS6, BS5 അങ്ങനെയുള്ള സ്റ്റേജുകളൊക്കെ കാണാം. അപ്പോൾ എൻവിറോൺമെന്റൽ സ്റ്റാൻഡേർഡുകൾ നമ്മൾ ലെജിറ്റിമേറ്റ് ചെയ്യുന്നുണ്ടാവും, അതോടൊപ്പം തന്നെ പ്രൊട്ടക്ഷനിസത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ടാവും. ഇപ്പം എസ്പെഷ്യലി നമുക്കിപ്പോ ചൈന എന്നുള്ള സാധനം നമുക്ക് ഒഴിവാക്കണം. അപ്പൊ ചൈന എന്നുള്ള സാധനങ്ങളുടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ, അവര് എന്തെങ്കിലും ഒരു സേഫ്റ്റി മെഷേഴ്സ് എന്തെങ്കിലും അവർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ സേഫ്റ്റി മെഷേഴ്സ് നമുക്ക് മതിയാവില്ല, നമുക്ക് ഇങ്ങനെ വേണമെന്നൊക്കെ പറയാം. അപ്പൊ ആ രീതിയിൽ ട്രേഡിനെ റെസ്ട്രിക്ട് ചെയ്യാം. ഓക്കെ. ന്യൂ ട്രേഡ് തിയറി. ന്യൂ ട്രേഡ് തിയറി എക്സാമിന് കാണാറുണ്ട്. ന്യൂ ട്രേഡ് തിയറി നമുക്ക് അറിയായിരിക്കും. നമ്മൾ മുന്നേ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബേസിക് ആയിട്ടുള്ള ട്രേഡ് തിയറീസ് ഉണ്ട്. ഇത് ക്ലാസിക്കൽ തിയറി, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് തിയറി, ഹെക്സർ-ഓഗ്ലിൻ തിയറി, ഇങ്ങനെയുള്ള തിയറികൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രാജ്യങ്ങൾ തമ്മിൽ ഒന്നെങ്കിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടാവണം, അല്ലെങ്കിൽ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാവണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുക, ട്രേഡ് നടക്കാന്ന് പറയുന്നുണ്ട്. ഓക്കെ. പക്ഷെ ഇന്ന് നമ്മൾ നോക്കി നോക്ക്, ഇന്നിപ്പോ രാജ്യങ്ങൾ തമ്മിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടാണോ ട്രേഡ് നടക്കുന്നത്, അല്ലെങ്കിൽ കമ്പാരറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടായിട്ടാണോ ട്രേഡ് നടക്കുന്നത്? അങ്ങനെയൊന്നല്ല. ഇന്ന് രാജ്യങ്ങൾ തമ്മിൽ ട്രേഡ് നടക്കുന്നുണ്ട്. ഓക്കെ. പക്ഷെ രാജ്യങ്ങൾ ഒരേപോലുള്ള രാജ്യങ്ങളായിരിക്കും, സിമിലർ രാജ്യങ്ങളായിരിക്കും, അവരുടെ GDP സിമിലർ ആയിരിക്കും. യൂറോപ്യൻ കൺട്രീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസ് എടുത്ത് നോക്കുകയാണെങ്കിലൊക്കെ GDP ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും, പക്ഷെ അവർ തമ്മിൽ ട്രേഡ് നടക്കുന്നുണ്ട്. അപ്പോ അതേപോലെ ഇപ്പോ ഒരു രാജ്യം ഒരേ സാധനം തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, അതേ സാധനം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ കാറ്. ഇപ്പൊ കാറ് ഓൾമോസ്റ്റ് രാജ്യങ്ങൾ കാറ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, വേറെ രാജ്യത്ത് ഒക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ആ രാജ്യത്തുള്ള കാറ് ഇവിടത്തേക്ക് ഇമ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ത്യൻ കാറ് പുറത്തേക്ക് കയറ്റി അയക്കുന്നുണ്ടെങ്കിൽ ജർമ്മൻ കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ ഒരേ സാധനം രണ്ട് രാജ്യങ്ങൾ എന്തിനാ കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യുന്നതെന്നുള്ളതാണ്. ഇവിടെ കാറുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് കാർ ഇറക്കുമതി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ.
അപ്പോൾ അതിനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ന്യൂ ട്രേഡ് തിയറി പോലെയുള്ള തിയറികൾ. അപ്പോൾ ഈ തിയറിയിൽ പോൾ ക്രുഗ്മാൻ പറയുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ റിട്ടേൺസ് ടു സ്കെയിൽ ആണ് ട്രേഡിന്റെ ഒരു റീസൺ എന്നുള്ളത്. ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ എന്നുള്ളതാണ്. അത് നമ്മൾ കൂടുതൽ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ പ്രൊഡക്ഷന്റെ കോസ്റ്റ് കുറയല്ലോ, അപ്പോൾ റിട്ടേൺസ് കൂടും. അപ്പൊ ഇൻക്രീസിങ് റിട്ടേൺസ് ടു സ്കെയിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ചുണ്ടാക്കിയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നതിനേക്കാളും ബെറ്റർ എന്താ, കൂടുതൽ പ്രൊഡക്ഷൻ ചെയ്യുക. അപ്പൊ നമ്മുടെ കോസ്റ്റ് കുറയും, നമ്മൾ പുറത്തേക്കൊക്കെ കൊണ്ടുപോയി വെക്കുക എന്നുള്ളതാണ്. അതേപോലെ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആസ് എ സോഴ്സ് ഓഫ് ട്രേഡ് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ. ന്യൂ ട്രേഡ് തിയറിയിൽ നാം പറയുന്ന കാര്യം റിട്ടേൺസ് ടു സ്കെയിൽ ഇംപ്രൂവ് ആവുക, അതേപോലെ തന്നെ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഇതൊക്കെ കാരണമാണ് ട്രേഡ് നടക്കുന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് മോഡേൺ വേൾഡിൽ നടക്കുന്ന ട്രേഡുകളെ എക്സ്പോർട്ട് ഇമ്പോർട്ടുകളൊക്കെ നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ഇതിന്റെ എക്സ്പ്ലനേഷനിൽ പറയുന്ന കാര്യം ന്യൂ ട്രേഡ് തിയറി showed that the trade can arise from increasing returns to scale. ഇതാണ് ഇതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കൂടുതൽ കാർ, നമുക്ക് ആവശ്യമുള്ള കാർ മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് റിട്ടേൺസ് ടു സ്കെയിലിന്റെ ബെനിഫിറ്റ് കിട്ടൂല. സോ ഇൻക്രീസിംഗ് റിട്ടേൺസ് ടു സ്കെയിലിന്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ കൂടുതൽ ഉണ്ടാക്കുക, പുറത്തേക്ക് കയറ്റി മതിയാകും. അതേപോലെ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും, ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ്. അതേപോലെ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ. ഇപ്പൊ കാറെല്ലാം സെയിം അല്ല, ഇന്ത്യൻ കാറെ പോലെ ആയിരിക്കില്ല ജർമ്മൻ കാറുകൾ. അപ്പൊ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ഉണ്ട്. അപ്പൊ അതും മറ്റൊരു റീസൺ ആണ്. ഈവൻ ബിറ്റ്വീൻ ഐഡന്റിക്കൽ കൺട്രീസ്, ഒരേപോലെ രാജ്യങ്ങൾ തമ്മിൽ പോലും ട്രേഡ് നടക്കാനുള്ള കാരണം ഇതാണെന്നുള്ളതാണ്. അണ്ടർ monopolistic competition, firms specialize and exploit scale economies, consumers gain from variety. അപ്പൊ ഇങ്ങനെയുള്ള ഐഡന്റിറ്റിക്കൽ കൺട്രീസ് പോലും ട്രേഡ് നടത്തുമ്പോൾ ഫേംസിന്റെ മെച്ചം എന്താന്ന് പറഞ്ഞാൽ അവർക്ക് ദേ ക്യാൻ ഗെയിൻ ഫ്രം ദ സ്കെയിൽ എക്കോണമീസ്, ഇൻക്രീസിങ് സ്കെയിൽ ടു റിട്ടേൺസ് ടു സ്കെയിൽ. അപ്പൊ കൂടുതൽ ഉണ്ടാക്കി വെക്കുമ്പോൾ കോസ്റ്റ് കുറയുന്നുള്ള ആ ഒരു ബെനിഫിറ്റ് അവർക്ക് ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ കൺസ്യൂമേഴ്സിന്റെ മെച്ചം എന്താന്ന് പറഞ്ഞാല് കൺസ്യൂമേഴ്സിന് കുറെ വെറൈറ്റീസ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും എന്നുള്ളതാണ് കൺസ്യൂമേഴ്സിന്റെ ഒരു മെച്ചം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ക്രുഗ്മാൻ ന്യൂ ട്രേഡ് തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം. അതേപോലെ മറ്റൊരു കാര്യമാണ് ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ്. ഓക്കെ, അതും വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രികൾ തമ്മിൽ നടക്കുന്ന ട്രേഡ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, അണ്ടർ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഇൻ ഇന്റർനാഷണൽ ട്രേഡ് ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ് ഓക്കേഴ്സ്. ഇൻട്രാ ഇൻഡസ്ട്രി ട്രേഡ് നടക്കുന്നതിന്റെ കാരണം എന്താണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇതിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ടു വേ ട്രേഡ് ഇൻ സിമിലർ ബട്ട് ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ്. ഇപ്പം സിമിലർ ആണ് പക്ഷെ ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ് ടു വേ ട്രേഡ്. ഇപ്പൊ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് ഇറ്റ്സ് എക്സ്പ്ലെയിൻഡ് ബൈ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ. കൺസ്യൂമേഴ്സ് ഇൻ ഈച്ച് കൺട്രി ഡിമാൻഡ് വെറൈറ്റി. അതായത് രണ്ട് രാജ്യങ്ങളിലെ കൺസ്യൂമേഴ്സിന്റെ വെറൈറ്റി, ഇപ്പൊ കാറുകൾ കേസെടുക്കുകയാണെങ്കിൽ തന്നെ ആൾക്കാർക്ക് വെറൈറ്റി ഇഷ്ടമാണ്. എല്ലാവർക്കും ഒരേപോലെ കാറുകളായിരിക്കണം എന്നില്ല ഇഷ്ടം ഉണ്ടാവുക. ചിലക്കാർക്ക് ജർമ്മൻ കാറായിരിക്കും, ചിലക്കാർക്ക് അമേരിക്കൻ കാറായിരിക്കും, ചിലക്കാർക്ക് ഇലക്ട്രിക് കാറുകളായിരിക്കും. അപ്പൊ ഇങ്ങനെ വെറൈറ്റി ആൾക്കാർക്ക് താല്പര്യമുള്ളത് കൊണ്ട് തന്നെ സിമിലർ സാധനങ്ങളാണെങ്കിലും പരസ്പരം ട്രേഡ് നടക്കുമ്പോഴാണ്. അതേപോലെ ഇതിൽ പറയുന്ന ഹൊറിസോണ്ടൽ ഗേറ്റ് ഉണ്ട്, ഇൻട്രാ ഇൻഡസ്ട്രിയൽ ട്രേഡ് ഉണ്ട്, അതുപോലെ വെർട്ടിക്കൽ ഉണ്ട്. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ സെയിം കാറ്റഗറിയിലുള്ള സാധനങ്ങൾ ഡിഫറെന്റ് വെറൈറ്റികൾ, ഒരേ ലെവലുള്ള കാറുകൾ ഡിഫറെന്റ് കമ്പനി, ഇപ്പം BMW-ന്റെ, ഓഡിയുടെ, ബെൻസിന്റെ ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള കാറ്റഗറി പെടുന്ന കാറുകൾ, ഡിഫറെന്റ് വെറൈറ്റി ഉള്ള കാറുകൾ. അപ്പൊ അങ്ങനെയുള്ള കാറുകൾ പരസ്പരം ട്രേഡ് ചെയ്യുന്നതാണ് ഹൊറിസോണ്ടൽ IAT എന്ന് പറയുന്നത്. വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് കാറ്റഗറി, വെച്ചാൽ ആഡംബര കാറുകൾ, സ്പോർട്സ് കാറുകൾ, ഇനി നോർമൽ കാറുകൾ, ബജറ്റ് കാറുകൾ, അങ്ങനെ ഡിഫറെന്റ് കാറ്റഗറിയിൽ വരുന്ന കാറുകൾ സെയിൽ ചെയ്യുക. അതിനാണ് വെർട്ടിക്കൽ ഇൻട്രാ ഇൻഡസ്ട്രിയൽ ട്രേഡ് എന്ന് പറയാം. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് ഹാവ് പ്രിഫറൻസ് ഫോർ വെറൈറ്റി. ആൾക്കാർക്ക് വെറൈറ്റിയോട് താല്പര്യമുണ്ട്. അതേപോലെ തന്നെ ഫേംസ് പ്രൊഡ്യൂസ് ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റ്. ഫേംസ് ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്റ്റുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണമാണ് IAT ഇൻട്രാ ഇൻഡസ്ട്രിയൽ ട്രേഡ് നടക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സ്ട്രാറ്റജിക് ട്രേഡ് പോളിസി അണ്ടർ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോ എന്റെ ബേസിക് ഐഡിയ എന്താന്ന് പറയാം. ബേസിക്കലി നമ്മളിപ്പോ സാധനം എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്സിഡി കൊടുക്കും. ഇപ്പോ
നിങ്ങൾ മുട്ട എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു മുട്ടയ്ക്ക് വെച്ച് 2 രൂപ ഗവൺമെന്റ് സബ്സിഡി തരികയാണെന്ന് പറയും. അല്ലെ സോളാർ എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സബ്സിഡി തരുമെന്ന് പറയും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിനെയാണ് എന്ത് പറയാ, സ്ട്രാറ്റജിക് ട്രേഡ് പോളിസി എന്ന് പറയാം, അണ്ടർ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഗവൺമെന്റ് സബ്സിഡീസ് ടു ഡൊമസ്റ്റിക് ഫേംസ് ക്യാൻ ഷിഫ്റ്റ് ഒളിഗോപോളി പ്രോഫിറ്റ്സ് ഫ്രം ഫോറിൻ ടു ഡൊമസ്റ്റിക് ഫേംസ്. അതായത് നമ്മൾ കൂടുതൽ ഗവൺമെന്റ് സബ്സിഡി കൊടുത്തിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡൊമസ്റ്റിക് ഫേമുകളുടെ പ്രോഫിറ്റ് ഇംപ്രൂവ് ആവും ഇൻസ്റ്റെഡ് ഓഫ് ഫോറിൻ ഫേംസ്. ഫോറിൻ ഫേംസിന്റെ പ്രോഫിറ്റ് കൂടുന്നതിന് പകരം ഡൊമസ്റ്റിക് ഫേംസിന്റെ പ്രോഫിറ്റ് കൂടും. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യും, സബ്സിഡി കൊടുക്കും. അതിനാണ് സ്ട്രാറ്റജിക് ട്രേഡ് പോളിസി എന്ന് പറയാം. ഓക്കെ, ഒളിഗോപോളിസ്റ്റിക് ഇൻഡസ്ട്രിയിലാണ് ഇത് നടക്കുന്നത്. ഗവൺമെന്റ് എക്സ്പോർട്ട് സബ്സിഡി ക്യാൻ എനേബിൾ ഡൊമസ്റ്റിക് ഫേം ടു ക്രെഡിബിലി കമ്മിറ്റ് ടു ഹയർ ഔട്ട്പുട്ട്. അപ്പോൾ അങ്ങനെ എക്സ്പോർട്ടിനുള്ള സബ്സിഡി കൊടുക്കുന്ന സമയത്ത് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രികളുടെ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, ഇംപ്രൂവ് ആവുന്നതാണ്. കാരണം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്ത് കൂടുതൽ എക്സ്പോർട്ട് ചെയ്താൽ നമുക്ക് കൂടുതൽ സബ്സിഡി കിട്ടും. അപ്പൊ നമ്മൾ ഡൊമസ്റ്റിക്കലി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പുറത്തുനിന്നുള്ള കമ്പനികളുടെ, ഫോറിൻ കമ്പനികളുടെ പ്രോഫിറ്റ് എവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ്, നാട്ടിലെ കമ്പനികൾക്ക് ആ പ്രോഫിറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഗവൺമെന്റ് സബ്സിഡി കൊടുത്താൽ പോലും, അങ്ങനെ ചെലവ് ഗവൺമെന്റിന് ഉണ്ടെങ്കിൽ പോലും, നാഷണൽ വെൽഫെയർ ടോട്ടലി നോക്കുന്ന സമയത്ത് നമുക്ക് എന്താവും, ഇമ്പ്രൂവ് ആവുന്നതാണ് APR പറയുന്നത്, സ്ട്രാറ്റജിക് ട്രേഡ് പോളിസിയിൽ പറയുന്നത്. ഓക്കെ, അതേപോലെ വേറെ കോൺസെപ്റ്റ് ആണ് ജേക്കബ് വൈനറുടെ ഒരു കോൺസെപ്റ്റ് ആണ് ട്രേഡ് ക്രിയേഷൻ ആൻഡ് ട്രേഡ് ഡൈവേഷൻ ഇൻ കസ്റ്റംസ് യൂണിയൻ. ഓക്കെ, കസ്റ്റംസ് യൂണിയൻ എന്ന് പറയുമ്പോൾ ഇപ്പോ ആസിയാൻ നമ്മൾ പണ്ട് മൻമോഹൻ സിംഗ് ഒക്കെ സൈൻ ചെയ്തൊരു സംഭവം ഉണ്ടല്ലോ, ആസിയാൻ കരാറൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കസ്റ്റംസ് യൂണിയനിൽ നടക്കുന്ന 2 കാര്യങ്ങളാണ് ട്രേഡ് ക്രിയേഷൻ, ട്രേഡ് ഡൈവേഷൻ. ഓക്കെ, അപ്പോ ഈ തിയറി പ്രൊപ്പോസ് ചെയ്ത ആള് ജേക്കബ് വൈനർ ആണ്. ഓക്കെ, ഇത് എന്താന്ന് പറയാം. ഈ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കസ്റ്റംസ് യൂണിയൻ ഇഷ്യൂ, അതായത് ഇപ്പൊ ഒരു കസ്റ്റംസ് യൂണിയൻ, നമ്മൾ കുറച്ച് രാജ്യങ്ങൾ ടീമായി മാറി. ഇപ്പൊ ഇന്ത്യയുടെ നെയ്ബർ ആയിട്ടുള്ള ഇവര് പാകിസ്ഥാന്, ശ്രീലങ്ക, അവരൊക്കെ കൂടിയിട്ട് അങ്ങനെ കുറച്ച് രാജ്യങ്ങൾ കൂടി കസ്റ്റംസ് യൂണിയൻ ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. സോ അവിടെ 2 കാര്യങ്ങൾ സംഭവിക്കും, ട്രേഡ് ക്രിയേഷൻ സംഭവിക്കും, ട്രേഡ് ഡൈവേഷൻ സംഭവിക്കും. ട്രേഡ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ അത് കസ്റ്റംസ് യൂണിയൻ ഉണ്ടാകുമ്പോൾ നമുക്ക് അവർ തമ്മിൽ കസ്റ്റംസ് ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള അഗ്രിമെന്റിലേക്ക് എത്തും. സോ കസ്റ്റംസ് യൂണിയൻ റിപ്ലേസസ് ഹൈ കോസ്റ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഹൈ കോസ്റ്റ് പ്രൊഡക്ഷന്റെ ആവശ്യം വരുന്നില്ല. പകരം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ലോ കോസ്റ്റിൽ നമുക്ക് നമ്മുടെ കസ്റ്റംസ് യൂണിയനിലുള്ള വേറൊരു മെമ്പറുടെ കയ്യിൽ നിന്ന് നമുക്ക് ലോ കോസ്റ്റിൽ ഇമ്പോർട്ട് ചെയ്യാൻ കഴിയും. അതായത് നമ്മൾ തമ്മിൽ അഗ്രിമെന്റ് എത്തിയിട്ടുണ്ടാവും. ഇപ്പൊ ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ലോ കോസ്റ്റിൽ സാധനം ഇമ്പോർട്ട് ചെയ്യാം. എന്ത് ഇമ്പോർട്ട് ചെയ്യാം, ഇപ്പം ചെരുപ്പ് ഇമ്പോർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഹൈ കോസ്റ്റിൽ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ലോ കോസ്റ്റിൽ നമുക്ക് ശ്രീലങ്കയിൽ സാധനം ഇവിടത്തേക്ക് കിട്ടും. അല്ലെങ്കിൽ കരിമ്പ് ശ്രീലങ്കയിൽ ലോ കോസ്റ്റിൽ കിട്ടും, നമുക്ക് ഇന്ത്യയിലേക്ക് എത്തിക്കാം. അപ്പൊ അങ്ങനെ വെൽഫെയർ ഗെയിൻ ഉണ്ടാകുന്നതിനാണ് ട്രേഡ് ക്രിയേഷൻ എന്ന് പറയാം. ഓക്കെ, ട്രേഡ് ഡൈവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കസ്റ്റംസ് യൂണിയൻ ആയല്ലോ. ഇപ്പൊ കസ്റ്റംസ് യൂണിയൻ ആയതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനം മാറ്റിയിട്ട് നമ്മൾ നമ്മുടെ കസ്റ്റംസ് യൂണിയൻ മെമ്പറിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. അമേരിക്ക നമ്മൾ സാധനം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് ശ്രീലങ്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാം. പക്ഷെ അവിടെ പ്രശ്നം വരുന്നത് എന്താന്ന് പറഞ്ഞാല് റിപ്ലേസസ് ലോ കോസ്റ്റ് നോൺ മെമ്പർ. അതായത് നോൺ മെമ്പറുടെ കയ്യിൽ നിന്ന് ലോ കോസ്റ്റിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ കഴിയായിരുന്നു. പക്ഷേ കസ്റ്റംസ് യൂണിയനിലെ മെമ്പർ കയ്യിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ കോസ്റ്റ് കൂടുതലാണ്, ഹൈ കോസ്റ്റ് മെമ്പർ ഇമ്പോർട്ട്. ഇതിലേക്ക് വരുമ്പോൾ ബേസിക്കലി വെൽഫെയർ ലോസ് ആണ് ഉണ്ടാകുന്നത്. കാരണം മുമ്പ് നോൺ മെമ്പർ കയ്യിൽ നിന്ന് കസ്റ്റംസ് യൂണിയൻ മെമ്പർ അല്ലാത്ത രാജ്യത്തിൽ നിന്ന് കുറഞ്ഞ എമൗണ്ടിൽ ഇമ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്ന സാധനം ഇപ്പോൾ കസ്റ്റംസ് യൂണിയനിലെ മെമ്പർ കയ്യിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കോസ്റ്റ് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്ത് പറയാ, ട്രേഡ് ഡൈവേഷൻ എന്ന് പറയാ. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, വെൽഫെയർ ലോസ് സംഭവിക്കുന്നുണ്ട്. സോ ഒരു കസ്റ്റംസ് യൂണിയനിലെ നെറ്റ് വെൽഫെയർ എന്ന് പറയുന്നത് ട്രേഡ് ക്രിയേഷൻ മൈനസ് ട്രേഡ് ഡൈവേഷൻ ആണ്. അത് ചില സമയത്ത് പോസിറ്റീവ് ആവും, പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആവും, നെഗറ്റീവ് ആണെങ്കിൽ ആ ട്രേഡ് യൂണിയൻ കൊണ്ട് നമുക്ക് നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ട്രിപ്സ് അഗ്രിമെന്റ് നമുക്കറിയാവുന്ന കാര്യമാണ്. ട്രിപ്സ് അഗ്രിമെന്റ് എന്താ പറയൂ, ക്വസ്റ്റ്യനിൽ അതിൽ തന്നെ പറയുന്നുണ്ട്, ട്രിപ്സ് തന്നെ ഉണ്ട് കാര്യം. ചാറ്റിൽ പറയോ ആരെങ്കിലും?
ഡി ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആണ്. യെസ്, കറക്റ്റ്. സോ ഡബ്ല്യു ടി ഒ അതിന്റെ റൗണ്ടുകളൊക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ. അത് ഓരോ റൗണ്ടിലും എന്താ സംഭവിച്ചെന്നുള്ള കാര്യം. ഇപ്പോൾ ട്രിപ്സ് 3 കാര്യങ്ങളാണ് ഉള്ളത്. അതിന്റെ എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് ട്രിപ്സ് പറഞ്ഞാല് ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ വരിക? അതില് പിന്നെ പാറ്റന്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്, അതായത് GI പോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ട്രിപ്സിൽ വരാം. ഓക്കെ, അപ്പൊ നമുക്ക് പാറ്റന്റുള്ള കാര്യം വേറെ ആൾ ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് കോപ്പിറൈറ്റുള്ള കാര്യം വേറെ ആൾ ഉപയോഗിക്കാൻ പാടില്ല. ട്രേഡ് മാർക്കുകൾ വേറെ ആൾ ഉപയോഗിക്കാൻ പാടില്ല. GI അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ട്രിപ്സിൽ വരുന്നത്. WTO മൂന്ന് അഗ്രിമെന്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗാറ്റ് അതുപോലെ ഗാറ്റ്സ്. ഗാറ്റ് എന്ന് പറയുമ്പോൾ ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ്, അതുപോലെ സർവീസസ്. അപ്പൊ 3 അഗ്രിമെന്റിൽ പെട്ട ഒന്നാണ് ട്രിപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അതേപോലെ ഈ ഒരു കാര്യം, ഇതും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൽ പറയുന്നത് വെച്ചാൽ 1947 ഗാട്ട് എസ്റ്റാബ്ലിഷ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ റൗണ്ടുകളൊക്കെ ചോദിക്കും, ഒരു റൗണ്ടിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ. അപ്പൊ ഗാറ്റ് എസ്റ്റാബ്ലിഷ് ആവുന്നു. അപ്പോൾ ഫസ്റ്റ് അവരുടെ ഡിസിഷൻ എന്ന് പറയുന്നത് ജനീവയിലാണ്. 1947 അവരുടെ റൗണ്ട് നടക്കുന്നത്. ജനീവയിൽ എടുത്ത തീരുമാനം എന്ന് പറയുന്നത് ടാരിഫ് കട്ട് ചെയ്യണം എന്നുള്ളതാണ്. എല്ലാ രാജ്യങ്ങളും ടാരിഫ് കട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇനി 1967 കെന്നഡി റൗണ്ട് വരുന്നുണ്ട്. അതില് ആദ്യമായിട്ട് എന്ത് ചെയ്യാണ്, ഇൻഡസ്ട്രിയൽ ഗുഡ്സിന്റെ താരിഫ് കുറക്കണം എന്നുള്ളതാണ്. മേജർ താരിഫ് റിഡക്ഷൻസ് ഓൺ ഇൻഡസ്ട്രിയൽ ഗുഡ്സ്. ഇൻഡസ്ട്രിയൽ ഗുഡ്സിന്റെ മേജർ താരിഫ് റിഡക്ഷൻ സംഭവിക്കുന്നത് കെന്നഡി റൗണ്ടിലാണ്. അടുത്ത റൗണ്ട് ടോക്കിയോ റൗണ്ടിലാണ് നോൺ താരിഫ് ബാരിയേഴ്സിനെ പറ്റി അഡ്രസ് ചെയ്യുന്നത്. ആദ്യം താരിഫിനെ പറ്റി പറഞ്ഞു. സെക്കൻഡ് കെന്നഡി റൗണ്ട് അഥവാ 1964 to 67 നടന്ന കെന്നഡി റൗണ്ടിൽ ഇൻഡസ്ട്രിയൽ ഗുഡ്സിന്റെ താരിഫിനെ കുറക്കുന്നതിനെ പറ്റി പറഞ്ഞു. പിന്നെ 73 to 79 നടന്ന ടോക്കിയോ റൗണ്ടിൽ നോൺ താരിഫ് ബാരിയേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു അഡ്രസ് ഉണ്ടായി, അതിനെപ്പറ്റി സംസാരിച്ചു. അതേപോലെ ഉറുഗ്വേ റൗണ്ടിലാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ട്രിപ്സ് വരുന്നത്, ഗാഡ്സ് വരുന്നത്, അതുപോലെ അഗ്രികൾച്ചർ പ്രൊഡക്റ്റിൽ ഉണ്ടാകുന്ന പിന്നെ താരിഫിനെ പറ്റി മെൻഷൻ ചെയ്യുന്നതൊക്കെ ഉറുഗ്വേ റൗണ്ടിലാണ്. അതേപോലെ ഗാട്ട് മാറിയിട്ട് WTO ആവുന്നതും ഉറുഗ്വേ റൗണ്ടിലാണ്. അത് ഗാട്ടിന്റെ പേര് മാറ്റിയിട്ട് WTO ആക്കി മാറ്റുന്നതും ഉറുഗ്വേ റൗണ്ടിലാണ്. ഉറുഗ്വേ റൗണ്ട് നടക്കുന്നത് 1986 to 94 സമയത്താണ്. അപ്പൊ WTO ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഗാഡ്സ് വരുന്നുണ്ട്, ട്രിപ്സ് വരുന്നുണ്ട്, അഗ്രികൾച്ചർ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. സോ ഇത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആണ്, ഓർമ്മിച്ച് വെക്കുക. ഇതിന്റെ ഒരു ഓർഡർ ഒക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ലാസ്റ്റ് നടന്നത് ദോഹ റൗണ്ടിൽ ഡെവലപ്മെന്റ് അജണ്ട, അഗ്രികൾച്ചർ സബ്സിഡി റിഫോം, അതിനെ പറ്റിയുള്ള ഡിസ്കഷൻസ് ആണ് നടന്നത്. ഇപ്പൊ ജനീവ, കെന്നഡി, ടോക്കിയോ, ഉറുഗ്വേ, ദോഹ. ഈ ഒരു ഓർഡർ ഓർമ്മിച്ച് വെക്കുക, ES ഓർമ്മിച്ച് വെക്കുക. അതേപോലെ IMFന്റെയും ഇതേപോലെ IMF, വേൾഡ് ബാങ്ക് തുടങ്ങിയ കാര്യങ്ങളുടെയും ഇതേപോലെ നോക്കി വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. സോ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ കൺക്ലൂഡ് ചെയ്യാല്ലേ? ഓക്കെ, താങ്ക് യു ഓൾ. PDF ഷെയർ ചെയ്യാം.